Hello, good morning. Oh, good afternoon. Hello, hello. Some of you don't know. Good evening, ma'am. Good afternoon, ma'am. Good Good afternoon, ma'am. Okay. Good afternoon, ma'am. Ma'am, we miss you, ma'am. ഞാൻ ഓരോരുത്തരുടെ പോർഷൻസ് തീർക്കാൻ വേണ്ടിയിട്ട് കൂടുതലുള്ളവരൊക്കെ അങ്ങനെ കയറി വന്ന് കഴിഞ്ഞ വീക്കിൽ നമുക്ക് അതും ഇതൊക്കെ സെലിബ്രേഷൻസ് ഒക്കെ ആയതുകൊണ്ട് നമുക്ക് ക്ലാസ്സും കിട്ടിയില്ല. പിന്നെ അങ്ങനെയൊക്കെ പിന്നെ എക്സാം ഉണ്ടായിരുന്നു കഴിഞ്ഞ തേഴ്സ്ഡേയിലെ നമ്മള് നേരത്തെ ഉള്ള ഒരു ബാച്ചിന്റെ എക്സാം ആയിരുന്നു. അപ്പൊ അതുകൊണ്ട് ക്ലാസ് എടുക്കാൻ പറ്റിയില്ല. ഫുൾ ഡേ അന്ന് നമ്മുടെ സിസ്റ്റംസ് ഒക്കെ എൻഗേജ്ഡ് ആയിരുന്നു. അപ്പൊ അതുകൊണ്ടാ. ഓക്കെ, അപ്പൊ താങ്ക്സ് ഫോർ ദ കോംപ്ലിമെന്റ്സ്. നിങ്ങളെല്ലാം എല്ലാവരും ചെയ്യുന്നുണ്ട്. എങ്ങനെയുണ്ടായിരുന്നു സെലിബ്രേറ്റ് ചെയ്ത് നന്നായി? അതെ മാം. ഓക്കെ, മാഡത്തിന് എങ്ങനെയുണ്ടായിരുന്നു? നമ്മൾ ഇവിടെ തന്നെ നമുക്ക് ഇവിടെ പ്രോഗ്രാംസ് ഒക്കെ ഉണ്ടായിരുന്നു. കുഴപ്പമില്ല, നന്നായിട്ടൊക്കെ സെലിബ്രേറ്റ് ചെയ്തു ഞങ്ങള്. നിങ്ങൾക്കും നന്നായിരുന്നു അല്ലേ? ആദ്യത്തെ എക്സാമിലേക്ക് പോകേണ്ട ഒരു നെട്ടോട്ടത്തിലായതുകൊണ്ടേ എല്ലാവരും ഓരോരുടെ ക്വസ്റ്റ്യൻസ് തീർക്കാനുള്ള ഒരു വ്യഗ്രതയിലാണ് എനിക്ക് തോന്നുന്നത്. അപ്പോ കുറച്ച് കംപ്ലീറ്റ് ചെയ്യാനുള്ളവരുടെയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വാങ്ങിച്ചും ഒക്കെയാണ് നമ്മൾ തീർക്കണേ. അപ്പൊ നമ്മൾ ഇവിടെ വരെ എടുത്തത് അല്ലെ? എക്യുപ്മെന്റ്സ് അവിടെ വരെയാണോ എടുത്തേ? അതെ മാം. എക്യുപ്മെന്റ്സ് വരെ എടുത്തേ. ഇനി സ്റ്റാഫിംഗ് ആണ്. സ്റ്റാഫിംഗ് കമ്മി എടുക്കണം നമ്മള് അല്ലേ? അതെ മാം. യെസ്. അപ്പൊ നമ്മള് ഹോസ്പിറ്റലിൽ എന്തൊക്കെ ഹോസ്പിറ്റൽ ഫാർമസിയിൽ വേണ്ട അത്യാവശ്യം വേണ്ട ചില എക്യുപ്മെന്റ് ഉപകരണങ്ങൾ എന്തൊക്കെയാണെന്ന് നമ്മൾ പറഞ്ഞു. ഇതൊക്കെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കുക. ഏതൊക്കെയാണ് ഇത് എക്യുപ്മെന്റുകളൊക്കെ വേണം, എന്തൊക്കെയാണ് ഫാർമസിയിൽ നടക്കുന്നത്, എന്തൊക്കെ പ്രവർത്തനങ്ങളാണ്, ഒബ്ജക്റ്റീവ്സും അതുപോലെ തന്നെ ഫംഗ്ഷൻസും ഒക്കെ ഏകദേശം ഒരേപോലത്തെ പോയിന്റുകളൊക്കെയാണ് വന്നേക്കണേ. എല്ലാത്തിനും കോമൺ ആയിട്ട് അതിന് രണ്ടിനും ഒരേ മീനിങ് ഫുൾ ആയിട്ടുള്ള പോയിന്റുകൾ തന്നെയാണ് ഫംഗ്ഷൻസിലും ഒബ്ജക്റ്റീവ്സിലൊക്കെ പറഞ്ഞിരിക്കുന്നത് കേട്ടോ. അപ്പൊ ഇനി നമുക്ക് സ്റ്റാഫിംഗ് പ്രൊസീജിയറിനെ നോക്കാം. എങ്ങനെയാണ് ഹൗ ദ ഫാർമസിസ്റ്റ് അല്ലെങ്കിൽ ഒരു ഫാർമസിനെ മാനേജ് ചെയ്ത് കൺട്രോൾ ചെയ്ത് കൊണ്ടുപോകേണ്ട ആ ഒരു ഏരിയ എങ്ങനെയൊക്കെയാണ് അവിടെ ആളുകളെ അപ്പോയിന്റ് ചെയ്യുന്നത്, സ്റ്റാഫ് ചെയ്യുന്നത് എന്നൊക്കെയാണ് നോക്കാം. അവിടെ നമുക്കറിയാം ഇറ്റ് ഈസ് അക്കോർഡിംഗ് ടു ദ ഡിസിഷൻ വിച്ച് ഈസ് ടേക്കൺ ബൈ ദ ഡ്രഗ്സ് ആൻഡ് തെറാപ്യൂട്ടിക് കമ്മിറ്റി. ഡ്രഗ് ആൻഡ് തെറാപ്യൂട്ടിക് കമ്മിറ്റി എടുക്കുന്ന തീരുമാനങ്ങൾക്ക് അനുസൃതമാണ് ഒരു ഹോസ്പിറ്റൽ ഫാർമസിയിൽ സ്റ്റാഫിംഗ് നടക്കുന്നത്. സോ അക്കോർഡിംഗ് ടു ദാറ്റ്, അതനുസരിച്ച് ആ ഒരു ഡിസിഷൻസ് അനുസരിച്ച് അക്കോർഡിംഗ് ടു ദ ബെഡ് സ്ട്രെങ്ത് ഓഫ് ദ ഹോസ്പിറ്റൽ ദ ഫാർമസിസ്റ്റ് ആർ അപ്പോയിന്റഡ്. ഈ ഹോസ്പിറ്റലിലെ ഫാർമസിയിൽ അപ്പോയിന്റ് ചെയ്യപ്പെടുന്ന ആളുകൾ ഫാർമസിസ്റ്റുകളുടെ എണ്ണം ഇത് ഡിപ്പെൻഡ്സ് അപ്പോൺ ദ ബെഡ് സ്ട്രെങ്ത് ഓഫ് ദാറ്റ് പർട്ടിക്കുലർ ഹോസ്പിറ്റൽ. ഓരോ ഹോസ്പിറ്റൽസിന്റെയും ബെഡ് സ്ട്രെങ്ത്തിന്റെ അടിസ്ഥാനത്തിലാണ് എത്ര ബെഡുകൾ, അതായത് ഇൻപേഷ്യന്റ് ആക്കാവുന്ന പേഷ്യൻസിന് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്ന റൂംസിലുള്ള ബെഡുകളും ഇൻക്ലൂഡിങ് എന്താ പറയാ വാർഡുകളിലുള്ള ബെഡുകളൊക്കെ കൂടി കൂട്ടി ഇതിന്റെ എല്ലാവരുടെയും ബെഡിന്റെ സ്ട്രെങ്ത് എടുത്തിട്ട് അതിന് പ്രൊപ്പോർഷനേറ്റ് ആയിട്ടുള്ള നമ്പർ ഓഫ് ഫാർമസിസ്റ്റുകളെയാണ് ഹോസ്പിറ്റലിന്റെ ഫാർമസിയിൽ സ്റ്റാഫ് ചെയ്യുന്നത്. സോ അങ്ങനെയാണെങ്കിൽ അവിടെ ഒരു ക്ലാസിഫിക്കേഷൻ എത്ര ബെഡ് സ്ട്രെങ്ത് ഉള്ള ഹോസ്പിറ്റൽസ് ആണോ അതനുസരിച്ച് എത്ര നമ്പർ ഓഫ് ഫാർമസിസ്റ്റുകളാണ് ഓരോ ഹോസ്പിറ്റൽസിൽ റിക്വയർ ചെയ്യേണ്ടത് എന്നുള്ളത് ഒരു ടേമിൽ എളുപ്പം മനസ്സിലാക്കാൻ വേണ്ടി നമുക്ക് അവിടെ കൊടുത്തിട്ടുണ്ട്. അത് ആദ്യത്തേത് ഇതാണ്, അപ് ടു 50 ബെഡ്സ്. അതായത് ബെഡ് സ്ട്രെങ്ത്തിന്റെ എണ്ണം 50 വരെയാണെങ്കിൽ അപ് ടു 50 ആണ്. 50 ബെഡ്സ് വരെ ഇൻക്ലൂഡ് ചെയ്യാവുന്ന ഹോസ്പിറ്റൽസ് ആണെങ്കിൽ ഇറ്റ് റിക്വയർസ് 3 ഫാർമസിസ്റ്റ്. ഫാർമസിയിൽ എത്ര ആൾക്കാർ വേണം? 3 ഫാർമസിസ്റ്റുകളെയാണ് ആവശ്യം വേണ്ടത്. മനസ്സിലായോ? 50 വരെ, 50ന്റെ അപ്പുറത്തേക്ക് വരെയാണ്. അപ്പൊ 50 വരെ, അതായത് എത്ര ബെഡുകളുണ്ട്, 30 തുടങ്ങി അല്ലെങ്കിൽ 20 തുടങ്ങിയോ 10 തുടങ്ങിയോ എത്ര ബെഡുകളാണോ ആ ബെഡ് സ്ട്രെങ്ത്തിന്റെ റേഷ്യോയിലാണ്, ആ ഒരു പ്രൊപ്പോർഷനേറ്റ് ആയിട്ടാണ് നമുക്ക് ഇവിടെ ഫാർമസിസ്റ്റുകളുടെ അവൈലബിലിറ്റി വേണ്ടത്. അങ്ങനെ വരുമ്പോ 50ഓളം ബെഡുകളുള്ള ഒരു ഹോസ്പിറ്റൽ ആണെങ്കിൽ ഇറ്റ് റിക്വയർസ് 3 ഫാർമസിസ്റ്റ്. അവിടെ 3 ഫാർമസിസ്റ്റുകളെയാണ് ആവശ്യം. അതുപോലെ തന്നെ അപ് ടു 100 ബെഡ്സ്, അതായത് 50ന് മുകളിൽ 51 മുതൽ 100
ബെഡ് വരികയാണെങ്കിൽ ഇറ്റ് റിക്വയേഴ്സ് 5 ഫാർമസിസ്റ്റ്, 5 ഫാർമസിസ്റ്റുകൾ ഒരു ഫാർമസിയിൽ വേണം. കാരണം എന്താ? എന്തുകൊണ്ട് ഇങ്ങനെ ബെഡ് സ്ട്രെങ്ത്തിന്റെ ഇൻക്രിമെന്റ്സ് അനുസരിച്ച് നമ്പർ ഓഫ് ഫാർമസിസ്റ്റുകളും ഇൻക്രീസ് ചെയ്യുന്നു? എന്തുകൊണ്ടാണ്? കാരണം അവിടെ കിടക്കുന്ന അത്രയും ബെഡിലുള്ള എന്താ പറയാ ഉൾക്കൊള്ളാവുന്ന പേഷ്യൻസിന് നമ്മൾ കൃത്യമായ ടൈമിങ്ങിൽ അതുപോലെ തന്നെ അതിന്റെ ഡോസ് അനുസരിച്ചൊക്കെ മെഡിസിൻസ് പ്രൊവൈഡ് ചെയ്യേണ്ടി വരും. അപ്പൊ അതുകൊണ്ടാണ് അത്രയും നമ്പർ ഓഫ് ബെഡ് സ്ട്രെങ്ത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നെ നമ്പർ ഓഫ് ഫാർമസിസ്റ്റുകളെയും എന്ത് ചെയ്തിരിക്കുന്നത്, ലിമിറ്റ് ചെയ്തിരിക്കുന്നത് അല്ലെങ്കിൽ നിജപ്പെടുത്തിയിരിക്കുന്നത് എന്ന കാര്യം നമ്മൾ ഓർക്കാം. ഓക്കെ. അതെ അതെ, തിരക്കൂടും ഫാർമസിയിൽ. അതുപോലെ ഒരുപാട് എത്ര എണ്ണം എന്ന ബെഡിന്റെ സ്ട്രെങ്ത് ഒന്നും നോക്കാതെ 1-2 ഫാർമസിസ്റ്റുകൾ അതിൽ ആ ഒരു പ്രൊപ്പോർഷനേറ്റ് ആയിട്ടുള്ള റേഷ്യോയിലെല്ലാം നമ്മൾ ഫാർമസിസ്റ്റുകളെ അപ്പോയിന്റ് ചെയ്തിരിക്കുന്നതെങ്കിൽ അവിടെ ഭയങ്കര തിരക്കും കൂടാൻ സാധ്യതയുണ്ട്. കൃത്യസമയത്ത് പേഷ്യൻസിന് അവിടെ നമ്മുടെ മെഡിസിൻസ് പ്രൊവൈഡ് ചെയ്യാൻ പറ്റാത്ത സാഹചര്യങ്ങൾ വരും. അങ്ങനെയുള്ള ആ ഒത്തിരി കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് അല്ലെങ്കിൽ കൺസിഡർ ചെയ്തിട്ടാണ് ഇങ്ങനെ ഒരു പ്രൊപ്പോർഷനേറ്റ് ആയിട്ടുള്ള രീതിയിൽ അങ്ങനെ കൊടുത്തിരിക്കുന്നത്, അലോട്ട് ചെയ്തിരിക്കുന്നത്. അപ് ടു 100 കഴിഞ്ഞിട്ട് 101 തുടങ്ങി 200 നമ്പർ ഓഫ് ബെഡ്സ് വരെയാണെങ്കിൽ ഇറ്റ് റിക്വയർസ് 8 ഫാർമസിസ്റ്റ്. ഏകദേശം 200ഓളമാണ് ബെഡിന്റെ എണ്ണമെങ്കിൽ, ഹോസ്പിറ്റൽസിലെ 200ഓളമാണ് ബെഡിന്റെ എണ്ണമെങ്കിൽ 8 ഫാർമസിസ്റ്റുകളെ വേണ്ടിവരും. അപ് ടു 300 ബെഡ്സ്, 300ഓളം ബെഡാണ് ഒരു ഹോസ്പിറ്റലിൽ അവൈലബിൾ ആയിട്ടുള്ളതെങ്കിൽ ഇറ്റ് റിക്വയർസ് 10 ഫാർമസിസ്റ്റ്, 10 ഫാർമസിസ്റ്റുകളെയാണ് വേണ്ടത്. ആൻഡ് അപ് ടു 500 ബെഡ്സ്, ഏകദേശം 500ഓളം ബെഡുകളാണ് എങ്കിൽ 15 ഫാർമസിസ്റ്റുകളെയാണ് ആവശ്യം. അപ്പൊ ആ ഒരു റേഷ്യോ ആണ്. ഇപ്പൊ ബെഡുകളുടെ എണ്ണം എന്ന് പറയുന്നത് അതിന്റെ ഫാർമസിസ്റ്റുകളുടെ എണ്ണവും തമ്മിൽ ഒരു പ്രത്യേക കമ്പാരിസൺ ഉണ്ട്, അല്ലെങ്കിൽ ഒരു റിലേഷൻ ഉണ്ട്. അപ്പൊ അപ് ടു 50 ബെഡ്സ് 50, ഓർക്കുക 3 ഫാർമസിസ്റ്റുകൾ. അതുപോലെ തന്നെ 100 ബെഡ് ആണെങ്കിൽ 5 ഫാർമസിസ്റ്റുകൾ, 200ഓളം ബെഡുകളാണെങ്കിൽ 8 ഫാർമസിസ്റ്റുകൾ, 300 ബെഡ്സ് ആണെങ്കിൽ 10 ഫാർമസിസ്റ്റ്, 500 ബെഡ്സ് ആണെങ്കിൽ 58 ഫാർമസിസ്റ്റ്. ഈ ഒരു ടേം നമ്മൾ മനസ്സിലാക്കി പഠിച്ചു വെക്കണം. ഈ ഒരു തീരുമാനം എടുക്കുന്നത് ഓരോ ഹോസ്പിറ്റൽസിലെയും ഡ്രഗ് ആൻഡ് തെറാപ്യൂട്ടിക് കമ്മിറ്റിയുടെ ഡിസിഷൻസിന്റെ പ്രമേയമാണ്, അല്ലെങ്കിൽ അതിന്റെ ബേസിസിലായിരിക്കും എന്നുള്ള കാര്യം കൂടി ഓർത്തിരിക്കാം. ഓക്കെ. അപ്പൊ ഇതാണ്. ആൻഡ് ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ഒരു ഫാർമസിസ്റ്റുകളുടെ ഒരു ഫ്ലോ ചാർട്ട് ആണ്. എന്ന് വെച്ചാൽ ഒരു ഫാർമസിയിൽ എല്ലായിടത്തും ഏതൊരു ഗ്രൂപ്പ് എടുത്താലും അവിടെ ലീഡർ, അവിടെ ഒരു തലപ്പത്തിരിക്കുന്ന ഒരാള് ഉണ്ടായിരിക്കും അല്ലെ, അവരുടെ കീഴിലായിരിക്കും എല്ലാ കാര്യങ്ങളും മെയിൻറ്റെയിൻ ചെയ്ത് അല്ലെങ്കിൽ മാനേജ് ചെയ്ത് പോവുക. ഏത് ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ അടങ്ങുന്ന എന്ത് കാര്യത്തിലായാലും അവിടെ ഒരു ലീഡർ, ഒരാളുണ്ടായിരിക്കും ചീഫ് ആയിട്ടുള്ളത്. ആൻഡ് ലൈക്ക് വൈസ് അതുപോലെ തന്നെ നമ്മുടെ ഹോസ്പിറ്റൽ ഫാർമസിയിലും അവിടെയും ഉള്ള ഫാർമസിസ്റ്റുകളെ ഇങ്ങനെ ഒരു പ്രത്യേക രീതിയിൽ ഫ്ലോ ചാർട്ട് ആയിട്ട് കാണിച്ചിട്ടുണ്ട്. ആ ഒരു ഫ്ലോ ഇങ്ങനെയാണ്. ആൻഡ് ദ ഫസ്റ്റ് പൊസിഷൻ അല്ലെങ്കിൽ അതിന്റെ ടോപ്പ് മോസ്റ്റ് പൊസിഷനിൽ ഇരിക്കുന്നത് ഡയറക്ടർ ആയിരിക്കും. അതായത് ഹോസ്പിറ്റൽസിലെ ഫാർമസിയിലെ ഒരു ഡയറക്ടർ ഉണ്ടായിരിക്കും. അത് സൂപ്പറിൻറ്റൻഡന്റ് ഓഫ് ഫാർമസ്യൂട്ടിക്കൽ സർവീസസ് ആയിരിക്കും, അല്ലെങ്കിൽ ചീഫ് ഫാർമസിസ്റ്റ് ആയിരിക്കും. എംഫാം എന്ന് പറയുന്ന പോസ്റ്റ് ഗ്രാജുവേഷനുള്ള ഒരു ചീഫ് ഫാർമസിസ്റ്റ് അല്ലെങ്കിൽ സൂപ്പറിൻറ്റൻഡന്റ് ഓഫ് ഫാർമസ്യൂട്ടിക്കൽ സർവീസസ്, അവരായിരിക്കും അതിന്റെ ഡയറക്ടർ. ഫാർമസിയുടെ ഒരു ഡിറക്ഷൻ ഒക്കെ നടത്തുന്നത്, ഏത് കാര്യങ്ങൾ എങ്ങനെ ചെയ്യണമെന്നുള്ള ഇതൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി ഡയറക്ട് ചെയ്ത് ഓരോ ഫാർമസിസ്റ്റുകളെയും കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കിയൊക്കെ കൊടുത്തുവിടേണ്ടത് നമ്മുടെ ഡയറക്ടർ ആയിരിക്കും. അത് സൂപ്പറിൻറ്റൻഡന്റ് ഓഫ് ഫാർമസ്യൂട്ടിക്കൽ സർവീസസ് അല്ലെങ്കിൽ ചീഫ് ഫാർമസിസ്റ്റ് ആയിരിക്കും കേട്ടോ. എംഫാം ആണ് അവരുടെ ക്വാളിഫിക്കേഷൻ വേണ്ടത്. ആൻഡ് ബിഹൈൻഡ് അല്ലെങ്കിൽ ബിലോ ദം, അതായത് ചീഫ് ഫാർമസിസ്റ്റിന്റെ അല്ലെങ്കിൽ സൂപ്പറിൻറ്റൻഡന്റ് ഓഫ് ഫാർമസ്യൂട്ടിക്കൽ സർവീസസിന്റെ കീഴിൽ വരുന്ന മറ്റു ഫാർമസിസ്റ്റുകളാണ് ഇനി പറയുന്ന അടുത്ത ലെവലിലുള്ളത്. അതാരൊക്കെയാണ്? എല്ലാ ഫാർമസിസ്റ്റുകൾ തന്നെയാണ്, പക്ഷെ വ്യത്യാസങ്ങളുണ്ട്. എല്ലാവരും ഒരേ കാര്യമല്ല ചെയ്യുന്നത്. ഓരോരുത്തരും ചെയ്യേണ്ട കാര്യങ്ങൾ എന്താണെന്ന് പർട്ടിക്കുലർലി അവിടെ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. ആദ്യത്തെ ഫ്ലോ ചാർട്ടിൽ വന്നിരിക്കുന്ന ആദ്യത്തെ ഫാർമസിസ്റ്റ് ഡ്രഗ് ഡിസ്ട്രിബ്യൂഷൻ ഡിപ്പാർട്ട്മെന്റിന്റെ ആളായിരിക്കും. അതായത് ഈ മരുന്നുകൾക്ക് വിതരണം ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ഫാർമസിസ്റ്റ് ആണ്. അത് ആ ആൾക്ക് ഉണ്ടായിരിക്കേണ്ട ക്വാളിഫിക്കേഷൻ ബി ഫാം ആണ്. മരുന്നുകളെ കുറിച്ചൊക്കെ അതൊക്കെ അറിയുന്നല്ലോ. അതുകൊണ്ട് തന്നെ ആ ഒരു ക്വാളിഫൈഡ് ആയിട്ടുള്ള ഫാർമസിസ്റ്റ് ആണ്. അത് ഡ്രഗ് ഡിസ്ട്രിബ്യൂഷൻ ഡിപ്പാർട്ട്മെന്റിലെ ഫാർമസിസ്റ്റ് ആയിരിക്കും. അടുത്തത് നമ്മളുടെ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് മെഡിക്കൽ സ്റ്റോർ, മെഡിസിൻസ് ഒക്കെ സ്റ്റോർ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ഫാർമസിസ്റ്റ് ആണ് നെക്സ്റ്റ് ലൈനിൽ വന്നിരിക്കുന്ന അടുത്ത ഫാർമസിസ്റ്റ്. അപ്പൊ അവരാണ് മെഡിസിൻസ് ഒക്കെ സ്റ്റോർ ചെയ്യുന്നതും അറേഞ്ച് ചെയ്യുന്നതും. നമ്മൾ പറയുന്നുണ്ട് ഈ ഒരു ചാപ്റ്ററിന്റെ ഇടയിൽ വെച്ചിട്ട് എങ്ങനെയൊക്കെയാണ് ഹൗ ദ മെഡിസിൻസ് ആൻഡ് ഡ്രഗ്സ് ഷുഡ് ബി സ്റ്റോർഡ് ഇൻ എ ഫാർമസി, എങ്ങനെയൊക്കെയാ സ്റ്റോർ ചെയ്യുന്നത്. ഒരു പ്രത്യേക രീതിയിലൊക്കെയാണ്, തോന്നിയ പോലെയൊക്കെ ഒന്നും അല്ല സ്റ്റോർ ചെയ്യുക അല്ലെ. നമ്മുടെ വീടുകളിൽ നമ്മൾ പല കാര്യങ്ങളും പല
അന്നത്തെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് മാത്രമല്ലല്ലോ നമ്മള് സാധനങ്ങൾ പർച്ചേസ് ചെയ്ത് വെക്കാം. കുറച്ച് ഒരാഴ്ചത്തേക്കുള്ളത് ചില സാധനങ്ങൾ വാങ്ങിക്കും, 1 മന്തിലേക്കുള്ളത് ചില സാധനങ്ങൾ വാങ്ങിക്കും, 1 ഇയറിലേക്കുള്ളത് വാങ്ങിക്കുന്നുണ്ട്. എന്താ പറയാ, അബൌട്ട് ഒരു ഇയറിനേക്കാൾ കൂടുതൽ ദീർഘകാലം ഉപയോഗിക്കേണ്ട സാധനങ്ങൾ, അങ്ങനെ പല രീതിയിലും നമ്മൾ പർച്ചേസിങ്സ് നടക്കുന്നുണ്ട്. അപ്പൊ അതൊക്കെ സ്റ്റോർ ചെയ്ത് വെക്കുന്നതിനും അതിൻ്റെതായ രീതികളുണ്ട്. അപ്പൊ ഫാർമസിയിലും മെഡിസിൻസ് ഒക്കെ സ്റ്റോർ ചെയ്യുന്നതിന് ഒരു പ്രത്യേക രീതിയുണ്ട്. അപ്പൊ ആ സ്റ്റോർ കീപ്പ് ചെയ്യുന്ന ഫാർമസിസ്റ്റ് ആണ് അടുത്ത ലെവലിലുള്ളത്. പിന്നെ ഉള്ളത് 2 ഫാർമസിസ്റ്റുകളാണ്, 2 ഫാർമസിസ്റ്റ്. അത് ബിഫാം അല്ലെങ്കിൽ ബിഫാം ക്വാളിഫൈഡ് ആയിട്ടുള്ളവരാണ് ഫോർ ഡിസ്പെൻസിങ്, മരുന്നൊക്കെ ഇങ്ങനെ എടുത്ത് കൊടുക്കാനുള്ളത്. ഓക്കെ, അപ്പൊ അതിന് 2 ഫാർമസിസ്റ്റുകൾ അവൈലബിൾ ആയിരിക്കണം ഫാർമസിയിൽ. ദെൻ നെക്സ്റ്റ് വൺ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഫാർമസിസ്റ്റ് ആണ്, അതായത് PG ക്വാളിഫൈഡ് ആയിട്ടുള്ള ഒരു ഫാർമസിസ്റ്റ്. അതിന് വേണ്ടിയിട്ട് ക്വാളിറ്റി കൺട്രോൾ ചെയ്യാനായിട്ട്, അതായത് ബിഫാമിന്റെ ഒക്കെ PG എടുത്ത ഫാർമസിസ്റ്റ് ആയിരിക്കും. അവർക്ക് അവരുടെ മെഡിസിൻസിന്റെ ഒക്കെ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകണം. അതായത് ഒരു മെഡിസിൻസും ഇപ്പൊ നമ്മൾ വിലക്കുറവ് നോക്കി വാങ്ങിച്ചു, പക്ഷേ ഇറ്റ് ടേക്സ് മോർ ടൈം ടു ക്ലിയർ എനി പർട്ടിക്കുലർ ഡിസീസ്. ഏതെങ്കിലും ഒരു രോഗം ഭേദമാക്കാനായിട്ട് കൂടുതൽ സമയം എടുക്കുന്നുവെങ്കിലോ അത് ബുദ്ധിമുട്ടാണ് അല്ലെ. അപ്പൊ ഏത് മെഡിസിൻ ആയാലും പുതിയതായിട്ട് പ്രൊഡ്യൂസ് ചെയ്തതായിക്കോട്ടെ, മറ്റുള്ള ഏതെങ്കിലും സപ്ലയേഴ്സിൽ നിന്ന് നമ്മൾ പർച്ചേസ് ചെയ്തതായിക്കോട്ടെ, ഇതിന്റെയൊക്കെ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്ത് കൺട്രോൾ ചെയ്ത് പോകേണ്ടത് ഫാർമസിയുടെ ഉത്തരവാദിത്വം. നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട് അല്ലെ, ഒബ്ജക്റ്റീവ്സിൽ പഠിച്ചിട്ടുണ്ട്. അപ്പൊ ക്വാളിറ്റി കൺട്രോൾ ചെയ്യാൻ അധികാരപ്പെട്ട ഫാർമസിസ്റ്റ് ആണ് പോസ്റ്റ് ഗ്രാജുവേറ്റ് ഫാർമസിസ്റ്റ് എന്ന് പറയുന്നത്. ഇങ്ങനെയാണ് നമ്മുടെ ഒരു ഹോസ്പിറ്റൽ ഫാർമസിയിലെ ഫാർമസിസ്റ്റുകളുടെ ഒരു നിലവാരം അല്ലെങ്കിൽ ഒരു ലെവലുകൾ എന്ന് പറയുന്നത്. ഓക്കെ, ഏറ്റവും ടോപ്പില് ഡയറക്ടർ ആണ്, അത് സൂപ്പറിൻറ്റൻഡന്റ് ഓഫ് ഫാർമസ്യൂട്ടിക്കൽ സർവീസസ് അല്ലെങ്കിൽ ചീഫ് ഫാർമസിസ്റ്റ് ആയിരിക്കും, MPharm ക്വാളിഫൈഡ് ആയിരിക്കും. പിന്നെ വരുന്നതിൽ എല്ലാം ഫാർമസിസ്റ്റുകൾ തന്നെയാണ്, പക്ഷെ ഓരോരുത്തർക്കും ദേ ഹാവ് ദെയർ ഓൺ റെസ്പോൺസിബിലിറ്റീസ് ആൻഡ് ഡ്യൂട്ടീസ്. അവർക്ക് അവരുടേതായ കാര്യങ്ങളാണ് ചെയ്യേണ്ടത്. ആദ്യത്തേത് ഡ്രഗ് ഡിസ്ട്രിബ്യൂഷൻ ഡിപ്പാർട്ട്മെന്റിന്റെ ഫാർമസിസ്റ്റ് ആണ്, അത് BPharm ക്വാളിഫൈഡ് ആണ്. അടുത്ത ഫാർമസിസ്റ്റ് മെഡിക്കൽ സ്റ്റോർ ചെയ്യാൻ, മെഡിസിൻസ് ഒക്കെ സ്റ്റോർ ചെയ്ത് മെയിൻറ്റെയിൻ ചെയ്ത് പോകാൻ. പിന്നെ ഉള്ളത് 2 ഫാർമസിസ്റ്റുകൾ ഫോർ ഡിസ്പെൻസിംഗ് ആണ്, മരുന്നൊക്കെ എടുത്തു കൊടുക്കാൻ. അവരുടെ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് BPharm ആണ്. പിന്നെ ഉള്ളത് പോസ്റ്റ് ഗ്രാജുവേറ്റ് ഫാർമസിസ്റ്റ് ആണ്, ക്വാളിറ്റി കൺട്രോളിന് വേണ്ടിയിട്ട്. ഓക്കെ, അപ്പൊ ഇത്രയാണ് നമ്മുടെ ഫ്ലോ ചാർട്ട്. ഫ്ലോ ചാർട്ടിന്റെ ആ ഒരു ഇതിനകത്തുനിന്ന് നമുക്ക് ആരാണ് ഡയറക്ടർ, ഹോസ്പിറ്റലിന്റെ ഫാർമസിയിലെ ഡയറക്ടർ, അത് ആരായിരിക്കാം, സൂപ്പറിൻറ്റൻഡന്റ് ഓഫ് ഫാർമസ്യൂട്ടിക്കൽ സർവീസ് അല്ലെങ്കിൽ ചീഫ് ഫാർമസിസ്റ്റ് എന്ന് വേണമെങ്കിൽ ചോദിക്കാം. അങ്ങനെ അത് റിലേറ്റഡ് ആയിട്ട് ക്വസ്റ്റ്യൻസ് വരാം. പോസ്റ്റ് ഗ്രാജുവേറ്റ് ഫാർമസിസ്റ്റ് എന്തിനു വേണ്ടിയിട്ടുള്ളതാണ്, അത് ക്വാളിറ്റി കൺട്രോളിനാണോ, ഡിസ്പെൻസിംഗിനാണോ, മെഡിക്കൽ സ്റ്റോർ കീപ്പ് ചെയ്യാനാണോ, അല്ലെങ്കിൽ ഡ്രഗ് ഡിസ്ട്രിബ്യൂഷൻ ഡിപ്പാർട്ട്മെന്റിലാണോ, അങ്ങനെയൊക്കെ ചോദിക്കാൻ സാധ്യതകളുണ്ട്. ഓക്കെ, അപ്പൊ ആ രീതിയിൽ നമ്മൾ ഫ്ലോ ചാർട്ടിനെ ഒന്ന് ആകെ മൊത്തത്തിലൊന്ന് മനസ്സിലാക്കി പഠിച്ചു വെക്കണം. ഓക്കെ, ഓരോന്നിനും അവരവരുടേതായ ഡ്യൂട്ടിയാണ്. ആൻഡ് നമ്മൾ എടുത്തെടുത്ത് പറഞ്ഞ കാര്യമാണ് ഈ ഒരു ഫാർമസിയിൽ എടുക്കുന്ന ഒരുപാട് കാര്യങ്ങൾ. ഒരു ഫാർമസി എങ്ങനെയാണ് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകേണ്ടത്, അതിന് വേണ്ടിയിട്ടുള്ള പോളിസീസ് ഡിസൈൻ ചെയ്യുന്നു, അതിന്റെ കാര്യങ്ങളൊക്കെ അറേഞ്ച്മെന്റ് ചെയ്യുന്നു, അതൊക്കെ ഫുൾഫിൽ ചെയ്യുന്നു. ഇതൊക്കെ ഫാർമസിയുടെ ഒരു ഉത്തരവാദിത്തമാണ്. എന്തൊക്കെ തീരുമാനങ്ങളാണ് എടുക്കുന്നത് അതിനെല്ലാം നിയന്ത്രിച്ച് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി അറേഞ്ച് ചെയ്ത് അതൊക്കെ ഫുൾഫിൽ ചെയ്യുക എന്നുള്ളത് ഫാർമസി ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ആൻഡ് ഈ പറയുന്ന എടുക്കുന്ന കാര്യങ്ങളൊക്കെ അല്ലെങ്കിൽ ഏറ്റെടുക്കുന്ന കാര്യങ്ങളൊക്കെ ഇറ്റ് വിൽ ബി ഡിസൈഡഡ് ബൈ എ കമ്മിറ്റി വിച്ച് ഇസ് നോൺ ആസ് ഡ്രഗ് ആൻഡ് തെറാപ്യൂട്ടിക് കമ്മിറ്റി. ഇവിടെ നടപ്പിലാക്കുന്ന പല കാര്യങ്ങളും ആരോ ഒരാൾ തീരുമാനിച്ച് അല്ലെങ്കിൽ ചർച്ച ചെയ്ത് മറ്റു ആളുകളുമായിട്ടൊക്കെ ചർച്ച ചെയ്ത് ഒരു ഗ്രൂപ്പ് ഡിസ്കഷൻസിന്റെ ഭാഗമായിട്ടുണ്ടാകുന്ന തീരുമാനങ്ങളാണ് ഈ നമ്മളുടെ ഫാർമസിക്കാർ നടപ്പിലാക്കേണ്ടത്. ആ ഗ്രൂപ്പിന്റെ പേരാണ് ഡ്രഗ് ആൻഡ് തെറാപ്യൂട്ടിക് കമ്മിറ്റി എന്ന് പറയുന്നത്. അതിന് വേണ്ടിയിട്ട് ഹോസ്പിറ്റലിൽ ഇതുപോലൊരു കമ്മിറ്റി എല്ലാ ഹോസ്പിറ്റൽസിലും ഫോം ചെയ്തിട്ടുണ്ടായിരിക്കും. ആൻഡ് ഇത് കൺസിസ്റ്റ് ഓഫ്, ആ കമ്മിറ്റിയിൽ അംഗങ്ങളായവര് ആരൊക്കെയാണെന്നാണ് ഈ നമ്മൾ പറയാൻ പോകുന്നത്. ഓക്കെ, ആരൊക്കെയായിരിക്കും ഈ ഡ്രഗ് ആൻഡ് തെറാപ്യൂട്ടിക് കമ്മിറ്റിയിലെ മെമ്പേഴ്സ് ആയിട്ട് വരുന്നത്, അല്ലെ, അംഗങ്ങളായിട്ട് വരുന്നത്, അല്ലെങ്കിൽ ആരാണ്, അവരെല്ലാം ചേരുന്നതാണ് ഈ ഡ്രഗ് ആൻഡ് തെറാപ്യൂട്ടിക് കമ്മിറ്റി എന്ന് നമുക്ക് നോക്കാം. ആരൊക്കെയാണ് ചേർന്നതായിരിക്കും? ഒന്നാമത്തേത് മെഡിക്കൽ സൂപ്പറിൻറ്റൻഡന്റ്. മെഡിക്കൽ സൂപ്രണ്ട് എന്നൊക്കെ നമ്മൾ പറയില്ലേ, that person will be the chairman of that particular drug and therapeutic committee. അതായത് മെഡിക്കൽ സൂപ്രണ്ട് ഉണ്ടായിരിക്കും ഓരോ ഹോസ്പിറ്റൽസിലും. ആ മെഡിക്കൽ സൂപ്രണ്ട് ഈ ഒരു ഡ്രഗ് ആൻഡ് തെറാപ്യൂട്ടിക് കമ്മിറ്റിയുടെ ഒരു അംഗമാണ്. ആൻഡ് ഹി ഓർ ഷീ, ആണാവാൻ പെണ്ണാകാം, അവര് ഇതിന്റെ ചെയർപേഴ്സൺ ചെയർമാനായിരിക്കും. അപ്പൊ മെഡിക്കൽ സൂപ്രണ്ട് ഇതിനകത്ത് അംഗമാണ്. പിന്നെ ഓൾ HOD എന്ന് പറഞ്ഞാൽ എന്താ, ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെന്റ്സ്. ഓരോ ഡിപ്പാർട്ട്മെന്റിനും ഒരു ഹെഡ് ഉണ്ടായിരിക്കും. ഇപ്പൊ കാർഡിയോളജി വിഭാഗം ഒരുപാട് ഡോക്ടേഴ്സ് ഉണ്ടായിരിക്കും, അതിനകത്ത് ഒരു മെയിൻ ആളുണ്ടായിരിക്കും, ഹെഡ് ഉണ്ടായിരിക്കും, HOD ആണ്.
നമ്മൾ കോളേജുകളിലൊക്കെ പഠിക്കുമ്പോൾ കേട്ടത് HOD അല്ലെ? ഇപ്പൊ കൊമേഴ്സ് വിഭാഗം, സയൻസ് വിഭാഗം, ഹ്യൂമാനിറ്റീസ് വിഭാഗത്തിലൊക്കെ ഓരോ ക്ലാസ്സുകൾ ഇപ്പൊ BCom തന്നെ പല ഡിവിഷൻസ് ഉണ്ടായിരിക്കും, BSc പല ഡിവിഷൻസ് ഉണ്ടായിരിക്കും. അങ്ങനെ ഓരോന്നും ഉണ്ടാകുമ്പോൾ ഈ എല്ലാ ക്ലാസ്സിലും ഒരാൾ തന്നെയായിരിക്കും എടുക്കുക അല്ലെ? ഇപ്പൊ BCom ആണെങ്കിൽ അക്കൗണ്ടിങ് എടുക്കാൻ പല ക്ലാസ്സസിലും സെക്ഷൻസിലും പല പല ടീച്ചേഴ്സ് ഉണ്ടായിരിക്കും. പക്ഷെ അതിനകത്തൊരു ഹെഡ് ഉണ്ടായിരിക്കും. ആ എല്ലാത്തിനെയും എന്താ പറയാ ചിലപ്പോൾ എക്സ്പീരിയൻസിൽ മുൻപന്തിയിലായിരിക്കുന്നതാകാം, ക്വാളിഫിക്കേഷൻസിലാവില്ല, എന്തായാലും ഒത്തിരി എക്സ്പീരിയൻസ് കൊണ്ട് ആള് ഹെഡായി മാറിയിട്ടാവും. അപ്പൊ HODs അതുപോലെ തന്നെ ഹോസ്പിറ്റൽസിലുണ്ട്. ദർ ആർ മെനി ഡിപ്പാർട്ട്മെന്റ്സ് ഇൻ എ ഹോസ്പിറ്റൽ. ഒരുപാട് ഡിപ്പാർട്ട്മെന്റുകളുള്ള ഒരു ഹോസ്പിറ്റലില് ഓരോ ഡിപ്പാർട്ട്മെന്റിലും ഷിഫ്റ്റ് അനുസരിച്ച് പല പല ഡോക്ടേഴ്സ് ഇങ്ങനെ ഇപ്പൊ കാർഡിയോളജി വിഭാഗം അതിനകത്ത് പല പല ഡോക്ടർമാരുടെ ഓരോരുടെ പേരുണ്ടല്ലോ. ഇപ്പൊ ഡോക്ടർ A, ഡോക്ടർ B, ഡോക്ടർ C, ഡോക്ടർ B എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ഡോക്ടേഴ്സ് കാർഡിയോളജിയിൽ തന്നെയായിരിക്കും. അവരവരുടെ ഷിഫ്റ്റ് അനുസരിച്ച് ചില ദിവസങ്ങൾ അനുസരിച്ച് അല്ലെ? ഇപ്പൊ മൺഡേ, വെനസ്ഡേ, ഫ്രൈഡേ ഒരു ഡോക്ടർമാര്. ഓക്കെ, പിന്നെ അതന്നെ യെസ്. പിന്നെ എന്താ പറയാ മറ്റു ദിവസങ്ങളിൽ വേറെ ആൾക്കാര്, അങ്ങനെ ഒരുപാട് ആളുകളുണ്ടായിരിക്കും. പക്ഷെ ഇതെല്ലാം ഒരു ഹെഡ് ഉണ്ടായിരിക്കും. ഉദാഹരണം അവിടെ പറഞ്ഞു, അതായത് ഇവിടെ ടീച്ചേഴ്സിന്റെ HOD എന്ന് പറയുന്നത് ഞാനാണെന്നാണ് അവിടെ പറഞ്ഞത്. കറക്റ്റ് ആണ്. അപ്പൊ എല്ലാവർക്കും ഒരു ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെന്റ് ഉണ്ടായിരിക്കും. അപ്പൊ എല്ലാ ഡിപ്പാർട്ട്മെന്റിലെയും കാർഡിയോളജി ആയിക്കോട്ടെ, ഏത് ഡിപ്പാർട്ട്മെന്റ് ആയിക്കോട്ടെ, പീഡിയാട്രിക്സ് ആയിക്കോട്ടെ, എല്ലാത്തിലെയും HODs will be the member of this particular drug and therapeutic committee. അപ്പൊ ഈ തെറാപ്യൂട്ടിക് കമ്മിറ്റിയുടെ അംഗങ്ങളായിരിക്കും എല്ലാ HODമാരും. അതെന്തിനാണ് എല്ലാവരെയും പിടിച്ചിരുന്നത് ഇതിനകത്ത്? കാരണം ഓരോ HODക്കും അവരവരുടെ ഡിപ്പാർട്ട്മെന്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള മരുന്നുകളെ കുറിച്ച് അവർക്ക് അറിവുണ്ട് അല്ലെ? അവർക്ക് അതിനെ കുറിച്ചിട്ട് നല്ല ജ്ഞാനമുണ്ട്. ഓരോ മെഡിസിൻസും എന്റെ ഡിപ്പാർട്ട്മെന്റില് ഏതൊക്കെ രോഗങ്ങളുമായിട്ട് ആളുകൾ വരാം, സോ വാട്ട് ഓൾ മെഡിസിൻസ് ഹാവ് ടു ബി പ്രിസ്ക്രൈബ്ഡ്, ഓരോരുത്തർക്കും കൊടുക്കേണ്ടി വരാവുന്ന ഒരു നമുക്കറിയാം. അപ്പൊ ഹാർട്ട് വിഭാഗം എന്താ പറയാ രോഗങ്ങളുമായിട്ട് വരുന്ന ഹൃദയ സംബന്ധമായ രോഗങ്ങളുമായിട്ട് വരുമ്പോ ഹാർട്ട് അറ്റാക്ക് ആയിരിക്കാം, CAD കൊറോണറി ആർട്ടറി ഡിസീസ് നമ്മൾ പറഞ്ഞു, വൈഡ് റേഞ്ച് ഓഫ് നമ്മുടെ ഹാർട്ടുമായി ബന്ധപ്പെട്ടുള്ള ഒരുപാട് പ്രോബ്ലംസ്. അപ്പൊ ഇവിടെയൊക്കെ ഇങ്ങനെയൊക്കെയുള്ള അസുഖങ്ങളുമായിട്ടായിരിക്കും രോഗികൾ വരിക എന്ന് നേരത്തെ കൂട്ടി അവർക്ക് ഫോർകാസ്റ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ അതിനൊക്കെ വേണ്ട മരുന്നുകൾ ഇന്നതൊക്കെയാണ് ആ കാർഡിയോളജിയില് ഡോക്ടർക്ക് അറിയുള്ളൂ. അപ്പൊ അതുകൊണ്ട് ആ HOD ഈ പറയുന്ന ഡിപ്പാർട്ട്മെന്റിലെ അല്ലെങ്കിൽ ഈ ഒരു കമ്മിറ്റിയിലെ അംഗമായിരിക്കണം. കാരണം അവർക്ക് എല്ലാ മരുന്നുകളെ കുറിച്ചിട്ടും അറിവുണ്ടായിരിക്കും. അങ്ങനെ ഓരോ ഡിപ്പാർട്ട്മെന്റിലും, അതുകൊണ്ട് തന്നെ എല്ലാ ഡിപ്പാർട്ട്മെന്റിലെയും HODs എന്തായിരിക്കും? ഓരോ ഹോസ്പിറ്റൽസിലെ ഡ്രഗ് ആൻഡ് തെറാപ്യൂട്ടിക് കമ്മിറ്റിയിലെ മെമ്പേഴ്സ് ആയിരിക്കും. പിന്നെ നഴ്സിംഗ് സൂപ്രണ്ട് എന്ന് വിളിക്കും നമ്മൾ, നഴ്സിംഗ് സൂപ്പറിൻഡന്റ്, NS എന്നൊക്കെ പറയാം. നഴ്സിംഗ് സൂപ്പറിൻഡന്റ് അതായത് നഴ്സസിനെയൊക്കെ കൺട്രോൾ ചെയ്ത് മാനേജ് ചെയ്ത് അവരുടെ മറ്റു കാര്യങ്ങളൊക്കെ അവർക്ക് ഷിഫ്റ്റ് കൊടുക്കുന്നതും അവരുടെ ഡ്യൂട്ടി റോസ്റ്റർ തയ്യാറാക്കുന്നതും അങ്ങനെ ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട്. ഒരുപാട് റെസ്പോൺസിബിലിറ്റീസ് ഒക്കെ ഉണ്ട്. അതൊക്കെ ചെക്ക് ചെയ്യേണ്ടതൊക്കെ ഇവരാണ്. അങ്ങോട്ടും ഈ പറയുന്ന ഡ്രഗ് ആൻഡ് തെറാപ്യൂട്ടിക് കമ്മിറ്റിയുടെ അംഗമായിരിക്കണം. ആൻഡ് ചീഫ് ഫാർമസിസ്റ്റ്, നമ്മുടെ ഈ ഫ്ലോ ചാർട്ടിൽ നമ്മൾ കണ്ടല്ലോ, ചീഫ് ഫാർമസിസ്റ്റിന്റെ കാര്യം പറഞ്ഞില്ലേ, ഡയറക്ടർ. അങ്ങോട്ടും ഈ പറയുന്ന ഡ്രഗ് ആൻഡ് തെറാപ്യൂട്ടിക് കമ്മിറ്റിയുടെ മെമ്പറാണ്. ആൻഡ് ആ മെമ്പർക്ക് പ്രത്യേകതയുണ്ട്, അവർക്ക് ഒരു പൊസിഷൻ ഉണ്ട്. he or she will be the member secretary. ഈ കമ്മിറ്റിയുടെ സെക്രട്ടറി ആയിരിക്കും. അപ്പൊ ചെയർമാനും ഉണ്ട്, സെക്രട്ടറിയും ഉണ്ട്. ചെയർമാൻ മെഡിക്കൽ സൂപ്രണ്ട് ആണ് എങ്കിൽ ചീഫ് ഫാർമസിസ്റ്റ് സെക്രട്ടറി ആണ്. ബാക്കി എല്ലാവരും തന്നെ എല്ലാ HODസും മെമ്പേഴ്സ് ആണ്. നഴ്സിംഗ് സൂപ്രണ്ട് മെമ്പർ ആയിരിക്കണം എന്നുള്ള കാര്യം നമ്മൾ മറക്കരുത്. ഡ്രഗ് ആൻഡ് തെറാപ്യൂട്ടിക് കമ്മിറ്റി ഫോം ചെയ്യുന്നത് ഇങ്ങനെയാണ്. ഓരോ ഹോസ്പിറ്റൽസിലും ഇങ്ങനെയാണ് ഈ പറയുന്ന ഒരു കമ്മിറ്റി രൂപീകരിക്കുന്നത്. ക്ലിയർ ആയല്ലോ? ക്ലിയർ? യെസ്. അപ്പൊ നമുക്കിനി നോക്കാം ഈ എന്താ പറയാ ഇവരുടെ പ്രധാനപ്പെട്ട ഫങ്ഷൻസ് എന്തൊക്കെയാണ് എന്ന് നോക്കാം. ഏത് നമ്മളുടെ ഹോസ്പിറ്റലിലെ ഈ പറയുന്ന ഡ്രഗ് ആൻഡ് തെറാപ്യൂട്ടിക് കമ്മിറ്റി എന്തൊക്കെ പ്രവർത്തനങ്ങളാണ് ചെയ്യുന്നത്, അവർക്ക് എന്തൊക്കെ ഫങ്ഷൻസ്, എന്തൊക്കെ പ്രവർത്തനങ്ങൾ ചെയ്യാനുണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ, ദേ ഹാവ് ടു പ്രിപ്പയർ ദ ഹോസ്പിറ്റൽ ഡ്രഗ് ഫോർമുലറി. അതായത് ഒരു ഹോസ്പിറ്റലിന്റെ ഡ്രഗ് ലിസ്റ്റ്, മരുന്നുകൾ, അതിന്റെ ഒരു ലിസ്റ്റ് തയ്യാറാക്കേണ്ടത് ഇവരാണ്. അപ്പൊ നമ്മൾ വിചാരിക്കും എങ്ങനെയാണെന്നുള്ള സംശയമുണ്ടോ? തീർച്ചയായിട്ടും സംശയം വരേണ്ട കാര്യമില്ല. കാരണം ഓരോ ഡിപ്പാർട്ട്മെന്റിലെയും ഹെഡുകൾ, HODകൾ ഈ പറയുന്ന ഡ്രഗ് ആൻഡ് തെറാപ്യൂട്ടിക് കമ്മിറ്റിയിലുണ്ട്. അപ്പൊ അതുകൊണ്ട് അവർ വഴിയായിട്ട് അവർ സജസ്റ്റ് ചെയ്യുന്ന മരുന്നുകളുടെ ലിസ്റ്റ് തയ്യാറായാലെന്താ കുഴപ്പം അല്ലെ? ഈ ഒരു കമ്മിറ്റിക്ക്, ഈ കമ്മിറ്റിയിൽ ഉള്ള ആൾക്കാർ ഡോക്ടർമാരല്ല, അല്ലെങ്കിൽ എല്ലാവരും തന്നെ ഡോക്ടർമാരൊന്നും ആവണമെന്ന് നിർബന്ധമില്ല. HODs ഉണ്ട്.
അതുകൂടാതെ ബാക്കിയുള്ള അംഗങ്ങളുണ്ട്, നഴ്സിംഗ് സൂപ്രണ്ട്, ചീഫ് ഫാർമസിസ്റ്റ് ഉണ്ട്, അവർക്കൊന്നും ഡോക്ടറേറ്റ് ഇല്ല. പക്ഷെങ്കിലും ഇവരെല്ലാവരും കൂടി ചേർന്നിട്ടുള്ള ഈ കമ്മിറ്റിയിൽ അവര് ആദ്യം ചെയ്യേണ്ട കാര്യം ഹോസ്പിറ്റലിന്റെ ഡ്രഗിന്റെ ഒരു ലിസ്റ്റ് തയ്യാറാക്കുക എന്നാണ്. എന്തൊക്കെ മരുന്നുകളാണ് നമ്മുടെ ഹോസ്പിറ്റൽസിൽ സ്റ്റോർ ചെയ്യേണ്ടത്, ഏതൊക്കെ ഡിപ്പാർട്ട്മെന്റ് ഉണ്ടെന്ന് നോക്കി അതാത് ഡിപ്പാർട്ട്മെന്റിൽ വരാൻ സാധ്യതയുള്ള ഡിസീസസുമായിട്ട് വരുന്ന പേഷ്യൻസിന് പ്രിസ്ക്രൈബ് ചെയ്യാൻ പറ്റുന്ന മെഡിസിൻസ് ഒക്കെ വേണം. അപ്പൊ അതിനെ കുറിച്ചുള്ള അറിവുകളൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് എല്ലാ HODസും ഈ ഒരു ഡിപ്പാർട്ട്മെന്റിന്റെ എന്തായിരിക്കും മെമ്പേഴ്സ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ അവർക്കത് പ്രിപ്പയർ ചെയ്യാൻ പറ്റും. അപ്പൊ മരുന്നുകളുടെ ലിസ്റ്റ് തയ്യാറാക്കുക എന്നുള്ള ഫംഗ്ഷൻ ഉണ്ട്. They have to select the manufacturer or supplier or the mode of procurement of medicines. ഈ പറയുന്ന ഹോസ്പിറ്റൽസിൽ അതിന്റെ ഫാർമസിയിൽ മരുന്നുകൾ എങ്ങനെയാണ് ശേഖരിക്കേണ്ടത്, പ്രൊക്യൂർ ചെയ്യേണ്ടത്, വാങ്ങി വെക്കേണ്ടത്, ഒന്നുകിൽ സ്വന്തമായിട്ട് ഉൽപ്പാദിപ്പിക്കണോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും പുറത്തുള്ള സപ്ലയേഴ്സിനെ കോൺടാക്ട് ചെയ്ത് അവരിൽ നിന്നും മെഡിസിൻസ് വാങ്ങി വെക്കണോ, ഏത് മോഡ് ഏത് രീതിയിലാണ് മെഡിസിൻസ് പ്രൊക്യൂർ ചെയ്യണ്ടേ എന്നുള്ള കാര്യങ്ങൾ ഇവര് എന്ത് ചെയ്യണം, തീരുമാനിക്കണം. പുറത്തുള്ള മാനുഫാക്ചറർമാര് നേരിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന മരുന്നുകൾ പ്രൊഡ്യൂസ് ചെയ്യുന്നവരുമായിട്ട് ബന്ധമുണ്ടെങ്കിൽ അവരിൽ നിന്ന് മെഡിസിൻസ് നമുക്ക് ഇങ്ങോട്ടേക്ക് വരുത്താം ഹോസ്പിറ്റൽസിലേക്ക്, അല്ലെങ്കിൽ സപ്ലയേഴ്സിനെ കോൺടാക്ട് ചെയ്ത് അവരിലൂടെ വരുത്താം, അല്ലെങ്കിൽ എന്ത് ചെയ്യാം, അവർക്ക് themselves they can manufacture the medicines. അവർക്ക് സ്വന്തമായിട്ട് റിസർച്ച് ഒക്കെ നടത്തി അവരുടെ റിസർച്ച് വിങ്ങില് നമ്മൾ പറഞ്ഞല്ലോ, ഹോസ്പിറ്റലിന്റെ ഇൻഫ്രാസ്ട്രക്ചർ പറഞ്ഞപ്പോ പറഞ്ഞിരുന്നു ഒരു റിസർച്ച് വിങ് ഉണ്ട്. റിസർച്ചുകൾ പഠനങ്ങളൊക്കെ നടത്തി ഗവേഷണങ്ങളൊക്കെ നടത്തി പുതിയ പുതിയ മരുന്നുകൾ കണ്ടുപിടിക്കുന്ന ഒരു ഏരിയ ആണത് റിസർച്ച് വിങ് എന്ന് പറയുന്നത്. അപ്പൊ അവിടെ തന്നെ റിസർച്ച് നടത്തി പുതിയ പുതിയ മെഡിസിൻസ് വേണമെങ്കിൽ ഉണ്ടാക്കാം, മാനുഫാക്ചർ ചെയ്യാം. അപ്പൊ അത് ഏതാണെന്ന് ഇവര് തന്നെ തെറാപ്യൂട്ടിക് കമ്മിറ്റി ഡിസൈഡ് ചെയ്യണം, സെലക്ട് ചെയ്യണം. Then they have the responsibility to add new drugs and also to delete old drugs. പുതിയ പുതിയ മരുന്നുകൾ വിപണിയില് പുതിയ പുതിയ മരുന്നുകൾ നമ്മളുടെ എന്താ പറയാ ടെക്നോളജി ഒക്കെ വളർന്നു വരുമ്പോ ഓരോ പഴഞ്ചൻ രീതിയിലുള്ള മരുന്നുകളെയൊക്കെ എടുത്തു മാറ്റി അവിടെയൊക്കെ പുതിയതിനെ നമുക്ക് റിപ്ലേസ് ചെയ്യാം അല്ലെ. പുതിയ മരുന്നുകൾ ഇപ്പൊ പഴയ മരുന്നുകളൊക്കെ നേരത്തെ കൊടുത്തുകൊണ്ടിരുന്നത് അത് മാറ്റി അതൊക്കെ ഔട്ട്ഡേറ്റഡ് ആയി എക്സ്പയറി കഴിഞ്ഞൊന്നല്ല പറഞ്ഞ ഔട്ട്ഡേറ്റഡ് ആകാന്ന് പറഞ്ഞാൽ പഴഞ്ചനാണ്. അത് എടുത്തു കളയേണ്ട സമയം നമ്മൾ ഒരുപാട് പഴഞ്ചൻ സാധനങ്ങളൊക്കെ നമ്മൾ എടുത്തു കളയാറുണ്ട്. ചില നമ്മുടെ രീതികൾ പഴഞ്ചനാണെങ്കിൽ അതൊക്കെ നിങ്ങൾ ഏത് യുഗത്തിലെ ജീവിക്കണേ അല്ലെ, ഇപ്പോഴത്തെ ജനറേഷനിലേക്ക് വാ എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ ചിലപ്പോഴേ അല്ലെ നമ്മള് ഇതിപ്പോ ഏത് നൂറ്റാണ്ടില്ല ആ കാലഘട്ടത്തിൽ നിന്ന് ഇങ്ങോട്ട് പോന്നിട്ടില്ലേ എന്നൊക്കെ നമ്മൾ ചില കാര്യങ്ങൾ സംസാരിക്കുമ്പോഴോ പ്രവർത്തിക്കുമ്പോഴോ ഒക്കെ മറ്റുള്ളവരെ സൂചിപ്പിച്ച് കേൾക്കാറുണ്ട് അല്ലെ. അത് നമ്മുടെ ഹോസ്പിറ്റൽസിലും അതുപോലെ തന്നെ ഫാർമസിയിലും ഔട്ട്ഡേറ്റഡ് ആയിട്ടുള്ള മരുന്നുകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ എടുത്തു മാറ്റി അവിടെയൊക്കെ പുതിയ പുതിയ ഡ്രഗ്സ് ആഡ് ഓൺ ചെയ്യുക എന്നുള്ളത് ഇവരുടെ ഒരു കാര്യമാണ്, അല്ലെങ്കിൽ ഇവരുടെ ഒരു ഫംഗ്ഷൻ ആണ്. പിന്നെ അടുത്തത് they have to supply the drugs in OP വിഭാഗത്തിലുള്ള മരുന്നുകളൊക്കെ സപ്ലൈ ചെയ്യേണ്ടതും ഡ്രഗ്സ് ഒക്കെ ഏതൊക്കെയാണ് സപ്ലൈ ചെയ്യേണ്ടത് OP വിഭാഗത്തിൽ അത് സപ്ലൈ ചെയ്യുക. They have to frame the policies and monitor the policies of hospital pharmacy. Hospital pharmacy അനുവർത്തിക്കേണ്ട ചില പോളിസീസ്, ചില രീതികൾ അതൊക്കെ അവർ തന്നെ ഡിസൈഡ് ചെയ്യണം. ആരെയും ഡ്രഗ് ആൻഡ് തെറാപ്യൂട്ടിക് കമ്മിറ്റി ഫ്രെയിം ചെയ്യുക മാത്രമല്ല അത് ഇടയ്ക്കിടയ്ക്ക് മോണിറ്റർ ചെയ്യുക. ഫ്രെയിം ചെയ്ത് അവർ കൊടുത്ത് നിങ്ങൾ ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ ചെയ്യേണ്ടത്, ഫാർമസിയിൽ ഇങ്ങനെയൊക്കെയാണ് മാനേജ് ചെയ്യേണ്ടതെന്ന് ഒരൊറ്റ പ്രാവശ്യം പറഞ്ഞു കൊടുത്ത് പിന്നെ ആ വഴിക്ക് പോകാതെ തിരിഞ്ഞു നോക്കാതെ ഇരുന്നിട്ട് കാര്യമില്ല. ഇടയ്ക്കിടയ്ക്ക് മോണിറ്റർ ചെയ്യണം അവർ ഈ പറയുന്ന രീതിയിലൊക്കെ ഫോളോ ചെയ്യുന്നുണ്ടോ, ആരെയും നമ്മൾ ഫ്രെയിം ചെയ്ത പോളിസീസിലൂടെ തന്നെയാണോ ഇവർ മൂവ് ചെയ്യുന്നത് എന്നുള്ളതൊക്കെ ഇവർ കണ്ടെത്തണം. അതിനൊക്കെ ഉള്ളൊരു എന്താ പറയാ നോക്കലും അതുപോലെ സ്ക്രൂട്ടിനൈസിംഗ് ഒക്കെ ചെയ്യേണ്ടത് നമ്മുടെ ഹോസ്പിറ്റലിന്റെ ഡ്രഗ് ആൻഡ് തെറാപ്യൂട്ടിക് കമ്മിറ്റിയാണ്. ആൻഡ് മേക്ക് എ ബഡ്ജറ്റ് ഡിമാൻഡ് ഫോർ ഫാർമസിക്ക് വേണ്ടിയിട്ട് എത്ര രൂപകളൊക്കെ ചെലവാക്കണം എന്നുള്ള കാര്യങ്ങളെ കുറിച്ച് ഒരു ബഡ്ജറ്റ് നേരത്തെ കൂട്ടി ഇവരുടെ കയ്യിലുണ്ടായിരിക്കണം. ഒരു ഫാർമസിയിൽ നമുക്ക് പുതിയ പുതിയ മെഡിസിൻസ് പുതിയതായിട്ട് കൊണ്ടുവരണം, നേരത്തെ ഉള്ളത് ചിലപ്പോൾ ചില ഔട്ട്ഡേറ്റഡ് ആയിട്ടുള്ള മരുന്നുകൾ മാറ്റിയിട്ട് പുതിയ കൊണ്ടുവരണം. അപ്പൊ ഏകദേശം അതിനു വേണ്ടി ഇത്ര ഫിനാൻസ് വേണ്ടി വരും. അങ്ങനെയുള്ള പല കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ബഡ്ജറ്റ് ഇവര് തയ്യാറാക്കണം. ഡ്രഗ് ആൻഡ് തെറാപ്യൂട്ടിക് കമ്മിറ്റി തയ്യാറാക്കണം. ആൻഡ് ഓൾസോ ദേ ഹാവ് ടു ഡെവലപ്പ് ഡ്രഗ് ഇൻഫർമേഷൻ സിസ്റ്റം. ഓരോ ഡ്രഗ്സും എന്തിനു ഉപയോഗിക്കുന്നു അതിൻ്റെതായ സകലമായ ഡീറ്റെയിൽസും ഓരോ ഡ്രഗിനെ സംബന്ധിക്കുന്ന ഇൻഫർമേഷൻസ് അത് കീപ്പ് ചെയ്യണം.
അത് കീപ്പ് ചെയ്യാനായിട്ടുള്ള ഒരു എന്താ പറയാ ഒരു അവസരം അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള ഒരു ഉത്തരവാദിത്വ ബോധമൊക്കെ ആർക്ക് കൊടുക്കണം? ഫാർമസിയിലുള്ള ആളുകൾക്ക്. കാരണം അവര് ഈ ഒരു ഏതെങ്കിലും ഒരു മരുന്ന് അത് എന്തിനു ഉപയോഗിക്കുന്നു, അതെന്താണ്, അതുകൊണ്ട് ഏത് രോഗം ഭേദമാക്കാനാണ്, അതൊന്നും അറിയാതെ ഒരു ഫാർമസിയിൽ പോയി നിന്നിട്ട് വെറുതെ മരുന്നിന്റെ പേര് മാത്രം നോക്കി കൊടുക്കുന്നതിൽ അർത്ഥമില്ല. ഹോസ്പിറ്റൽ ഫാർമസി ആകുമ്പോൾ തീർച്ചയായിട്ടും ആ മരുന്ന് അറ്റ്ലീസ്റ്റ് അത് എന്തിനു വേണ്ടിയിട്ടാണ്, അത് എവിടെ നിന്നാണ് അത് സപ്ലൈ ചെയ്തത്, അതിന്റെ സോഴ്സ്, മറ്റു കാര്യങ്ങൾ, അതാണ് ഡ്രഗ് ഇൻഫോർമേഷൻ. അപ്പൊ ഓരോ ഡ്രഗ്സിനെ കുറിച്ചുള്ള സകലമായ ഡീറ്റെയിൽസും അറിഞ്ഞിരിക്കണം എന്നുള്ളത്, അതിന് വേണ്ടിയിട്ടുള്ള പോളിസീസ് ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതും ഈ തെറാപ്യൂട്ടിക് കമ്മിറ്റിയുടെ റെസ്പോൺസിബിലിറ്റി ആണ്. They have to also check the pharmacy records and drug quality. ഓരോ മരുന്നിന്റെയും ക്വാളിറ്റിയും അതുപോലെ തന്നെ അവിടെയുള്ള റെക്കോർഡുകളൊക്കെ ഇടയ്ക്കിടയ്ക്ക് പോയി ചെക്ക് ചെയ്യാം. കാര്യം അവരെല്ലാം എഴുതി സൂക്ഷിക്കുന്നുണ്ടായിരിക്കും, പക്ഷെ അതൊന്ന് കൺഫേം ചെയ്യാൻ വേണ്ടി ഇടയ്ക്കൊന്ന് ചെക്ക് ചെയ്യാം. നമ്മൾ ഇന്ന കാര്യമൊക്കെ ചെയ്യുന്നുണ്ടോ, കുട്ടികളെയൊക്കെ നമ്മൾ പഠിപ്പിക്കും അല്ലെ, അവര് കൃത്യമായിട്ട് മുറി അടച്ച് വാതിലടച്ചൊക്കെ ഇരുന്ന് പോയിരുന്ന് പഠിക്കുന്നുണ്ട്, പഠിക്കുക തന്നെയാണ് എന്ന് നമ്മൾ അങ്ങോട്ട് വെറുതെ അങ്ങോട്ട് മനസ്സിൽ ഓർത്താൽ പോലെ അല്ലെ, ഇടയ്ക്ക് നമ്മളൊന്ന് പോയി ചെക്ക് ചെയ്യും. അതുപോലെ നമ്മുടെ ഹോസ്പിറ്റൽ ഫാർമസിയിലും കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തിട്ട് they will do it. അവർക്ക് നമുക്കറിയാം, ബോധ്യമുണ്ട്, പക്ഷെ എങ്കിലും we have to check sometimes. ഇടയ്ക്കിടയ്ക്ക് നമ്മളതൊന്ന് പോയി ചെക്ക് ചെയ്യാം. അപ്പൊ ഫാർമസിയിലെ റെക്കോർഡുകളൊക്കെ ചെക്ക് ചെയ്യാം, ക്വാളിറ്റി ഡ്രഗ്സിന്റെ ക്വാളിറ്റീസ് ഒക്കെ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടോ എന്ന് നോക്കുക. ഇതും അവരുടെ ഫംഗ്ഷൻ ആണ്. They have to maintain drug standard and quality control. ഡ്രഗിന്റെ സ്റ്റാൻഡേർഡ് നിലനിർത്തുക. ഓരോ ഡ്രഗിനും അതിൻ്റെതായ നിലവാരമുണ്ട്. ആ നിലവാരവും അതുപോലെ ക്വാളിറ്റി ഗുണവും ഒക്കെ കൺട്രോൾ ചെയ്ത് നിലനിർത്തി കൊണ്ടുപോകുക എന്നുള്ളതും ഡ്രഗ് ആൻഡ് തെറാപ്യൂട്ടിക് കമ്മിറ്റിയുടെ ഉത്തരവാദിത്തമാണ്. ആൻഡ് ഓൾസോ ദേ ഹാവ് ടു ഡിസ്പോസ് ദ എക്സ്പയർഡ് ഡ്രഗ്സ്. അതായത് എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞ ഡ്രഗ്സിനെയൊക്കെ ഹോസ്പിറ്റൽസിന്റെ നിയമങ്ങൾക്കനുസരണം മാത്രം ഡിസ്പോസ് ചെയ്യുക. എങ്ങനെയാണ് അത്തരം എന്താ പറയാ എക്സ്പയർഡ് ആയിട്ടുള്ള ഡ്രഗ്സ് നമ്മൾ എങ്ങനെ ഡിസ്പോസ് ചെയ്യണം എന്ന് ഹോസ്പിറ്റലിന്റെ പോളിസി ഉണ്ട്. അപ്പൊ അതിന് അനുസരിച്ച് തന്നെ അങ്ങനെയുള്ള എക്സ്പയർഡ് ആയിട്ടുള്ള ഡ്രഗ്സ് ഒക്കെ റിമൂവ് ചെയ്യാം, ഇല്ലാതെ കളയുക. അത് കളയുമ്പോൾ മനുഷ്യവാരി കൊണ്ടേ കളയുകയല്ല, അതെങ്ങനെയാണെന്ന് ഒരു ഹോസ്പിറ്റലിന് ഒരു നിയമമുണ്ട്, അതനുസരിച്ച് മാത്രം അത് ഡിസ്പോസ് ചെയ്യാം. അപ്പൊ ഇതൊക്കെ ഡ്രഗ് ആൻഡ് തെറാപ്യൂട്ടിക് കമ്മിറ്റിയുടെ ഫങ്ഷൻസിൽ പെട്ടതാണ്. ക്ലിയർ ആയോ? യെസ്. ഇനി നമ്മൾ പറഞ്ഞു ഹോസ്പിറ്റൽ ഫോർമുലറി, ദാറ്റ് മീൻസ് ഹോസ്പിറ്റൽ ഡ്രഗ് ലിസ്റ്റ് എന്ന് പറഞ്ഞു അല്ലെ. ഡ്രഗ്സിന്റെ ഒക്കെ അവരുപയോഗിക്കുന്ന മരുന്നുകളുടെ ലിസ്റ്റ് തയ്യാറാക്കണം. ആരാ തയ്യാറാക്കുന്നതെന്ന് പറഞ്ഞാൽ ഡ്രഗ് ആൻഡ് തെറാപ്യൂട്ടിക് കമ്മിറ്റിയാണ് ഡ്രഗ് ലിസ്റ്റ് ഫോം ചെയ്യുന്നത് അല്ലെങ്കിൽ അത് ഫ്രെയിം ചെയ്യുന്നത്. ഇനി അപ്പൊ നമ്മൾ വിചാരിക്കും എല്ലാ തരത്തിലുള്ള മരുന്നുകളും ഏത് ഹോസ്പിറ്റൽസില് ഏതൊക്കെ തരത്തിലുള്ള മരുന്നുകൾ ഉണ്ട് അതൊക്കെ കണ്ടെത്തി എല്ലാം കൊണ്ടൊന്ന് സ്റ്റോർ ചെയ്യുക എന്ന് പറയുന്നത് ഇറ്റ്സ് നോട്ട് ക്വൈറ്റ് പോസിബിൾ. അത്ര അങ്ങോട്ട് ശരിയായ അല്ലെങ്കിൽ പോസിബിൾ ആയിട്ടുള്ള കാര്യമല്ല. കാരണം നമുക്ക് ഇന്നത്തെ കാലത്ത് നോക്കിക്കഴിഞ്ഞാൽ കാണാം, ഒരാളുടെ രോഗവുമായിട്ട് യാതൊരു ബന്ധമില്ലാത്ത രോഗമായിട്ടായിരിക്കും അടുത്ത ആൾ വരിക. ഇപ്പൊ പനി, ഒരു ഫിസിഷ്യനെ കാണിക്കണം, പനി തന്നെ എത്ര രീതിയിലാണെന്ന് ആലോചിച്ച് നോക്കിയേ. ഈ വരാൻ പോകുന്ന പനിയെ കുറിച്ചൊക്കെ നേരത്തെ കൂട്ടി മുൻകൂട്ടിയൊക്കെ നമുക്ക് അസ്യൂം ചെയ്തിട്ടൊക്കെ മരുന്നുകൾ ഉണ്ടാക്കി വെക്കാൻ പറ്റുന്ന പറയുന്നത് സാധ്യമായ കാര്യമാണോ ഒന്ന് ആലോചിച്ചാൽ നമുക്ക് മനസ്സിലാകുമല്ലോ. കാരണം ഇന്ന് നമ്മൾ കാണുന്ന പല രോഗങ്ങളും ഏതെങ്കിലും ട്രഡീഷണൽ ആയിട്ട് പരമ്പരാഗതമായിട്ട് വരുന്ന രോഗങ്ങളല്ല. ഓരോന്നും കേൾക്കുമ്പോ ഇങ്ങനൊരു രോഗമുണ്ടോ, പുതിയ തരം രോഗമാണല്ലോ എന്ന് നമുക്ക് തോന്നും. പല രോഗങ്ങളും പനി തന്നെ പല രീതിയില്ല. ചിലർക്ക് സാധാ വരുന്ന ഒരു വൈറൽ ഫീവർ പോലെ വന്നു പോകുന്നുണ്ട്. ഇന്ന് ഇപ്പൊ കൂടുതലും ആളുകൾ ഫേസ് ചെയ്യുന്ന ഒരു പനിയാണ് ഈ ബ്ലഡ് കൗണ്ട് കുറഞ്ഞു പോകുന്ന ഒരു പനി അല്ലെ. ഭയങ്കരമായിട്ട് പനി, ഡെങ്കിന്റെ ഒക്കെ ഏകദേശം സിംറ്റംസ് ഒക്കെ ഉള്ള പനികൾ ഇന്ന് ഭയങ്കരമായിട്ട് ഓടി നടക്കുന്നുണ്ട്. ഭയങ്കരമായിട്ട് മനുഷ്യനെ അങ്ങോട്ട് അവശരാക്കി കളയുന്ന രീതിയിലുള്ള പനി അല്ലെ. അപ്പൊ ഇത് എങ്ങനെയാണെന്നൊന്നും നമുക്ക് മനസ്സിലാകാതെ ഹൗ ക്യാൻ ദേ സ്റ്റോർ ദാറ്റ് particular medicine? കുറെ ഒത്തിരി പേർക്കുണ്ടായിരുന്നു, നമുക്കൊക്കെ അടുത്തുമൊക്കെ ആളുകൾക്കൊക്കെ ഉണ്ട് ഈ ഒരു ഫീവർ. അത് എന്താ പറയാ അതിന്റെയൊക്കെ ഒരു സിംറ്റമാണ്. ബ്ലഡ് കൗണ്ട് കുറയുന്നതൊക്കെ ഡെങ്കുവിന്റെ ഒരു ലക്ഷണങ്ങളായിരുന്നു. അതുപോലെയുള്ള പനിയൊക്കെയാണ് വന്നേക്കുന്നത്. ഒരുപാട് പേർക്ക് ഒരു സാധാ പനി വരുന്ന പോലെ വന്ന് പോകുന്നുണ്ട്. പണ്ടൊന്നും നമ്മുടെ നാട്ടിലൊന്നും കേരളത്തിലൊന്നും ഇതിനെ കുറിച്ച് ഡെങ്കുവിനെ കുറിച്ചൊന്നും അധികമൊന്നും കേട്ടിട്ടിരുന്നില്ല. നോർത്ത് ഇന്ത്യയിലൊക്കെ ഒരുപാട് അത് അവർക്കൊക്കെ വലിയ പേടിയൊന്നുമില്ല, അതൊക്കെ കോമൺ ആയിട്ടുള്ള ഒരു ഇതായിരുന്നു. പക്ഷെ ഇന്ന് നമുക്കും അത്തരം പനികളൊക്കെ ഇങ്ങോട്ടേക്കൊക്കെ സ്പ്രെഡ് ചെയ്ത് കഴിഞ്ഞു. അപ്പൊ അതുകൊണ്ട് ഓരോ ഹോസ്പിറ്റൽസും ഒരാളെ സെന്റൻസ് അങ്ങനെ നോ ഹോസ്പിറ്റൽ ഫാർമസി ക്യാൻ perhaps stocks every medication that is concerned with any doctor which can be prescribed for their patients who are hospitalized. എന്ന് പറഞ്ഞാൽ എന്താ, ഒരു ഹോസ്പിറ്റലില് രോഗവുമായിട്ട് ഏതെങ്കിലും തരത്തിലുള്ള രോഗവുമായിട്ട് വരുന്ന അവിടെ അഡ്മിറ്റ് ചെയ്യപ്പെടേണ്ട പേഷ്യൻസിന് കൊടുക്കേണ്ടി വരുന്ന എല്ലാ മരുന്നുകളും ഡോക്ടേഴ്സിന് അവരുടെ ഡ്രഗ് ലിസ്റ്റിൽ ഉൾപ്പെടുത്തി അതുകൊണ്ടൊന്ന് സ്റ്റോർ ചെയ്യാൻ
പോസിബിൾ ആയിട്ടുള്ള കാര്യമല്ല എന്ന്. അപ്പൊ ചിലപ്പോൾ രോഗം വന്നു കഴിയുമ്പോഴായിരിക്കും അതിനെ കുറിച്ച് പഠനങ്ങൾ നടത്തി, സ്റ്റഡി നടത്തി, റിസർച്ച് നടത്തി പുതിയ മെഡിസിൻസ് കണ്ടെത്തി അല്ലെങ്കിൽ പുറത്തുനിന്ന് വാങ്ങിച്ച് കൊണ്ടുവന്ന് സ്റ്റോർ ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാതെ രോഗം വരുന്നതിന് മുമ്പേ തന്നെ നമുക്ക് അറിയാൻ പറ്റില്ല എന്ത് രോഗമാണ് അന്ന് വരാൻ പോകുന്നത് നമുക്കറിയാൻ പറ്റുമോ? മുൻകൂട്ടി അത് അറിയാൻ വേണ്ടി സ്റ്റോർ ചെയ്യാം. അങ്ങനെയുള്ള മരുന്നുകൾ ഓൾറെഡി സ്റ്റോറിങ് അവരെ കൊണ്ടുവന്ന് സ്റ്റോക്ക് ചെയ്യുന്നുണ്ട് അല്ലെ. അല്ലാതെയുള്ള മരുന്നുകൾ എല്ലാ ഒരു ഹോസ്പിറ്റൽസിലും അങ്ങനെ പറ്റില്ല എന്നാണ്. ഇപ്പൊ എന്തോരം മരുന്നുകൾ പല രോഗങ്ങൾക്ക് വേണ്ടി ഫോറിൻ കൺട്രീസിൽ നിന്ന് വരെ ഇമ്പോർട്ട് ചെയ്യുന്നു. ആലോചിച്ച് നോക്കിയോ അല്ലെ. ചില മരുന്നുകളൊന്നും നമ്മുടെ നാട്ടിൽ കിട്ടാനില്ല. ഇറ്റ് ഷുഡ് ബി ഇമ്പോർട്ടഡ് ഫ്രം അതർ കൺട്രീസ്. മറ്റു സ്ഥലങ്ങളിൽ നിന്ന് മറ്റു രാജ്യങ്ങളിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്യണം. അത് എക്സ്പെൻസീവ് ആണ്. പക്ഷെ ആ മരുന്ന് ഉണ്ടെങ്കിൽ മാത്രമേ ഈ ഒരു രോഗം ഭേദമാക്കാൻ പറ്റുള്ളൂ എന്നുണ്ടെങ്കിൽ അത് പുറത്തുനിന്ന് കൊണ്ടുവരേണ്ടി വരും. അപ്പൊ അതിനു വേണ്ടിയിട്ടുള്ള കാലതാമസമൊക്കെ അതുവരെയൊക്കെ ആ രോഗിയുടെ രോഗത്തെ നമ്മൾ പിടിച്ചു നിർത്തി അല്ലെങ്കിൽ ആളുടെ ലൈഫിനെ പിടിച്ചു നിർത്തി നമ്മൾ അവരെ എന്താ പറയുക ജീവനുള്ള ആ ഒരു അവസ്ഥയിൽ തന്നെ നിലനിർത്തി മെയിൻറ്റെയിൻ ചെയ്യണം അല്ലെ. അങ്ങനെയൊക്കെ ചില ആളുകളെയൊക്കെ വെന്റിലേറ്ററിലൊക്കെ കിടത്തിയിട്ട് പുറത്തുനിന്ന് മരുന്ന് വരാറുണ്ട്. മരുന്ന് കൊടുത്താൽ മാത്രമേ അവരുടെ ലൈഫ് നമുക്ക് സേവ് ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെ ഒത്തിരി കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് അല്ലെ. അപ്പൊ അതുകൊണ്ടാ കാരണം ആ ഒരു അസുഖം വരും എന്ന് മുൻകൂട്ടി കാണുമായിരുന്നെങ്കിൽ നേരത്തെ നമുക്ക് ആ ഒരു ഫെസിലിറ്റി അല്ലെങ്കിൽ അത്തരം മെഡിസിൻസ് നമുക്കും സ്റ്റോർ ചെയ്യാമായിരുന്നു അല്ലെ. അങ്ങനെ ഓരോ രോഗങ്ങൾ പുതിയത് വരുമ്പോഴാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇങ്ങനെയുള്ള മെഡിസിൻസ് ഇതിനു വേണ്ടി ഉപയോഗിക്കാമെന്ന് അറിയുന്നത്. അത് നമ്മൾ പിന്നീട് സ്റ്റോക്ക് ചെയ്യുന്നത്. ഓക്കെ, അത് എല്ലാവർക്കും മറ്റ് ബിസിനസ്സുകളെ പോലെ തന്നെയാണ് ഹോസ്പിറ്റൽസിലും അങ്ങനെയൊക്കെ തന്നെ. അതിനാ ഫസ്റ്റ് സെന്റൻസ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഹോസ്പിറ്റൽ ഫോർമുലറിയിൽ the hospitals cannot stock every medications which have to be prescribed by the doctors when a patient is hospitalized. ഓരോ രോഗിയെയും ഹോസ്പിറ്റലൈസ് ചെയ്യുമ്പോൾ അവർക്ക് എല്ലാവർക്കും വേണ്ട മരുന്നുകൾ കൊണ്ടുവന്ന് സ്റ്റോർ ചെയ്യുക എന്നുള്ളത് ഒരു ഹോസ്പിറ്റൽസിന് സാധ്യമായ കാര്യമല്ല. അതാണ് ആ സെന്റൻസിന്റെ അർത്ഥം. മനസ്സിലായോ? ആ സെന്റൻസ് അങ്ങനെ എഴുതിയിരിക്കുകയാണ്. അപ്പൊ ഇതിന്റെ ആ ഒരു മീനിങ് മനസ്സിലായോ എന്നാണ് എന്റെ ചോദ്യം. Clear? Okay. And the Drug and Therapeutic Committee, they have a list of medications. ഓരോ ഹോസ്പിറ്റൽസിലെയും ഡ്രഗ് ആൻഡ് തെറാപ്യൂട്ടിക് കമ്മിറ്റിക്ക് അവരുടെ കയ്യിൽ ലിസ്റ്റ് ഉണ്ടായിരിക്കും. ഏതൊക്കെ തരത്തിലുള്ള മരുന്നുകൾ സ്റ്റോർ ചെയ്യണം, ഏതൊക്കെയാണ് സ്റ്റോക്ക് ചെയ്യേണ്ടത്. അപ്പൊ അത് മാത്രമല്ല, they have to store the medicines and also they have to record all the informations regarding each and every medications. ഓരോ മരുന്നുകളെ സംബന്ധിക്കുന്ന എല്ലാ ഇൻഫോർമേഷൻസും റെക്കോർഡ് ചെയ്ത് സൂക്ഷിക്കണം. ഓരോ മരുന്ന് ഇന്ന മരുന്ന് അതെന്താണ്, അതിന്റെ എക്സ്പയറി ഡേറ്റ് എന്താണ്, അത് എന്തിനാണ് ഉപയോഗിക്കുന്നത്, ആരാണ് സപ്ലൈ ചെയ്തത്, അത് വെദർ ഇറ്റ് ഈസ് പ്രൊഡ്യൂസ് നമ്മളുടെ റിസർച്ച് വിങ്ങിൽ നിന്ന് തന്നെ പ്രൊഡ്യൂസ് ചെയ്തെടുത്തതാണോ, എല്ലാ ഇൻഫോർമേഷൻസും അങ്ങനെ സ്റ്റോർ ചെയ്ത് വെക്കണം. അപ്പൊ ചില്ലറ ഡ്യൂട്ടി ഒന്നല്ല ഫാർമസിക്കും അതുപോലെ തന്നെ ഈ ഹോസ്പിറ്റൽ ഫോർമുലറിയിലും ഉൾപ്പെടുത്തേണ്ടത്. ഒരുപാട് കാര്യങ്ങൾ അവർക്ക് ചെയ്യാനുണ്ട്. നമ്മൾ വിചാരിക്കും നമ്മൾ ചെല്ലുമ്പോൾ മരുന്ന് തരുന്നു അത്രയും മാത്രമേ അവർക്ക് ഡ്യൂട്ടീസ് ഉള്ളൂന്നായിരിക്കും നമ്മളുടെ ഒരു ചിന്ത അല്ലെ. അപ്പൊ അതല്ല. അപ്പൊ ഈ കമ്മിറ്റീസ് they have to collect information about the hospital formulary, primary drug list കുറിച്ചുള്ള ഇൻഫോർമേഷൻസ് ഒക്കെ നമ്മുടെ ഡ്രഗ് ആൻഡ് തെറാപ്യൂട്ടിക് കമ്മിറ്റിയും അറിഞ്ഞിരിക്കണം. ആൻഡ് whenever necessary they have to make changes. എപ്പോഴൊക്കെ ആവശ്യം വേണ്ട സമയത്തൊക്കെ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തണമെങ്കിൽ മാറ്റങ്ങൾ വരുത്തണം. ഇന്ന മരുന്നുകൾ മാറ്റി അവിടെ പുതിയത് കൊണ്ടുവരണം. അപ്പൊ അതൊക്കെ ഇവരെ അറിയണം. ആര് ഡ്രഗ് ആൻഡ് തെറാപ്യൂട്ടിക് കമ്മിറ്റി അറിയണം. എന്നാലേ ആ ഡ്രഗ് ലിസ്റ്റിൽ നിന്ന് ഏതെങ്കിലും ഔട്ട്ഡേറ്റഡ് ആയിട്ടുള്ള മരുന്ന് മാറ്റി അവിടെ അതിന് പകരം നമുക്ക് ഈ ഒരു പുതിയ തരത്തിലുള്ള മരുന്ന് വന്നിട്ടുണ്ട്, അത് കുറച്ചും കൂടി സ്പീഡി റിക്കവറിയാണ്, നമുക്ക് എളുപ്പം രോഗം മാറ്റാൻ സഹായിക്കുന്ന മരുന്നാണ്. അപ്പൊ അങ്ങനെ ആണെങ്കിൽ പിന്നെ എന്തിനും ഈ മരുന്ന് നമ്മൾ അത് മാറ്റുന്നു, അതിന് പകരം ഇവിടെ ഇത് പുതിയത് പ്ലേസ് ചെയ്യുന്നു. അപ്പൊ അങ്ങനെ ഡ്രഗ് ലിസ്റ്റിലുള്ള ചേഞ്ചസ് വരുത്തണമെങ്കിലും അത് ഇവരിലൂടെ മാത്രമേ പറ്റുള്ളൂ. ഇവർ കൂടി അത് അറിയണം. അപ്പൊ ഓൾ ദ ഇൻഫോർമേഷൻസ് റിഗാർഡിംഗ് എനി മെഡിസിൻസ്, ഏതെങ്കിലും മരുന്നുകളെ കുറിക്കുന്ന ഇൻഫോർമേഷൻസ് എല്ലാം തന്നെ ഇവർ അറിയണം. ആൻഡ് ഇഫ് നെസസറി they have to make the changes in this drug list. Drug listലെ എന്തെങ്കിലും തരത്തിലുള്ള ചേഞ്ചസ് വരുത്തണമെങ്കിൽ അതും ഇവര് അറിഞ്ഞിരിക്കണം, അല്ലെങ്കിൽ ഇവരാണ് അതൊക്കെ ചെയ്യുന്നത്. And sometimes the doctors have to use this drug list. ഇനി ഹോസ്പിറ്റൽസില് ഓരോ രോഗികള് ഓരോ രോഗമായിട്ടൊക്കെ വരുമ്പോ അവരുടെ കയ്യിലും ഈ ഡ്രഗ് ലിസ്റ്റിന്റെ ഒരു കോപ്പി ഉണ്ടായിരിക്കണം. ഓരോ ഡിപ്പാർട്ട്മെന്റിലെയും ഡോക്ടേഴ്സിന്റെ കയ്യില്. എന്തിനാണ് ഒരു ഡ്രഗ് ലിസ്റ്റ്? എന്തൊക്കെ മരുന്ന് നമ്മുടെ ഹോസ്പിറ്റലിന്റെ ഫാർമസിയിൽ ഇരിക്കുന്നുണ്ടെന്ന് അവർക്ക് ഓർത്തിരിക്കണം നിർബന്ധമുണ്ടോ? എല്ലാം നമ്മളിങ്ങനെ ഓർത്തിരിക്കാനായിരുന്നു മനുഷ്യന്റെ ഒരു അവസ്ഥയൊന്ന് ആലോചിച്ച് നോക്കിയേ. പലതും പല കാര്യങ്ങളും പുതിയത് നമ്മുടെ ബ്രെയിനിലേക്ക് നമ്മൾ സ്റ്റോർ ചെയ്യുമ്പോൾ പഴയത് കുറേയൊക്കെ നമ്മൾ അറിയാതെ തന്നെ ഡിലീറ്റ് ചെയ്ത് പോകും അല്ലെ. ഇത് ഡോക്ടർമാരല്ലേ, അവർ ഭയങ്കര ബുദ്ധിമാന്മാരല്ലേ നമ്മൾ വിചാരിക്കും. പക്ഷെ എങ്കിലും ചില സമയത്ത് എല്ലാം നമ്മുടെ മനസ്സിൽ നിന്ന് ചിലതൊക്കെ ഇങ്ങനെ മാഞ്ഞു പോകും. അപ്പൊ
ചെയ്യാം. ഇവരുടെ കയ്യിൽ ഒരു ലിസ്റ്റ് ഉണ്ടെങ്കിൽ they can prescribe medicines according to that particular drug list. ആ ഡ്രഗ് ലിസ്റ്റിന് അനുസൃതമായിട്ട് തന്റെ ഡിപ്പാർട്ട്മെന്റിൽ വരുന്ന രോഗികൾക്ക് മരുന്നുകൾ കുറിക്കാനും സഹായിക്കും. അപ്പൊ ആ ഡ്രഗ് ലിസ്റ്റിന്റെ ഒരു കോപ്പി ഡോക്ടേഴ്സും എന്ത് ചെയ്യാണ് തന്റെ തങ്ങൾക്ക് പ്രിസ്ക്രൈബ് ചെയ്യാനുള്ള ഒരു ഈസി ഒരു മെത്തേഡ് ആയിട്ട് അവർക്കും സൂക്ഷിക്കാം. ആൻഡ് ഓൾസോ they can ensure that whether if there is no medicine available, അത്തരം മെഡിസിൻസ് ഇപ്പൊ ഏതെങ്കിലും മെഡിസിൻ താൻ പ്രിസ്ക്രൈബ് ചെയ്യാൻ പോകുന്നതിന് മുമ്പ് അത് അവിടെ ഉണ്ടോ എന്ന് നോക്കണം. ആ ലിസ്റ്റിൽ നോക്കി അറിയാൻ പറ്റും. അത് ഉണ്ടോ എന്ന് ചെക്ക് വേണമെങ്കിൽ ഫോൺ ചെയ്ത് നമുക്കറിയാം ഫാർമസിയിൽ ഉപയോഗിക്കുന്ന എക്യുപ്മെന്റുകളെ പറഞ്ഞപ്പോ നമ്മൾ പറഞ്ഞിരുന്നു ഒരു ടേബിളും അതുപോലെ തന്നെ ഒരു എന്താ പറയാ ടെലിഫോൺ കണക്ഷൻ വേണമെന്ന്. എന്തിനാണ്? അപ്പൊ ഡോക്ടേഴ്സിന് വേണമെങ്കിൽ അവരുമായിട്ട് കണക്ട് ചെയ്യാലോ, ചോദിക്കാം ഇന്ന മരുന്ന് ഞാൻ എഴുതാനുള്ളത് അവിടെ ഉണ്ടോ, അവൈലബിൾ ആണോ, സ്റ്റോക്ക് ഉണ്ടോ എന്നൊക്കെ ചോദിക്കാം. അപ്പൊ ഈ താൻ കുറിക്കാൻ പോകുന്ന മരുന്ന് അവിടെ അവൈലബിൾ ഉണ്ടോ എന്നുള്ളത് എൻഷുർ ചെയ്യാനും അവർക്ക് ഈ ഒരു ഡ്രഗ് ലിസ്റ്റ് അവരെ സഹായിക്കുന്നുണ്ട്. ആൻഡ് ഓൾസോ they can also understand there is perilous interactions. അതായത് ഇപ്പൊ ചില മരുന്ന് കുറിച്ചു, ആ മരുന്നിന്റെ ഒപ്പം വേറെ ഏതെങ്കിലും ഒരു മരുന്ന് അവിടെ ഇരിക്കുന്ന ഒരു മരുന്ന് കൂടി കുറിക്കണം. പക്ഷെ ചില മരുന്നിനോടൊപ്പം കഴിച്ചാലേ അതിന് ഒരു ഡേഞ്ചറസ് ആയിട്ടുള്ള റിയാക്ഷൻസ് ഉണ്ടാകാൻ സാധ്യതകളുണ്ട്. അപ്പൊ എന്ത് ചെയ്യും? അത് വേണ്ട, അതിന് പകരം which have no dangerous situations, അതിന് ചിലപ്പോൾ ഇന്ററാക്ട് ചെയ്യാത്ത തരത്തിലുള്ള മരുന്നുകളും ചിലപ്പോൾ വേണമെങ്കിൽ നമുക്ക് പ്രൊവൈഡ് ചെയ്യാം. അപ്പൊ അങ്ങനെ അതൊക്കെ നോക്കി അങ്ങനെ പ്രിസ്ക്രൈബ് ചെയ്യാനും ഈ ഡ്രഗ് ലിസ്റ്റ് അവരെ സഹായിക്കും എന്നുള്ളതാണ്. മനസ്സിലായോ? ഇപ്പൊ ചില മരുന്നിന്റെ കൊടുക്കുമ്പോ ചില ആന്റിബയോട്ടിക്സ് അതിന്റെ കൂടെ കൊടുക്കുമ്പോ അത് രണ്ടും കൂടി നമ്മൾ എന്താ പറയാ പ്രതിപ്രവർത്തനം നടത്തും. അപ്പൊ അത് നമ്മളുടെ ശരീരത്തിൽ പല രീതിയിലും അത് റിഫ്ലക്ട് ചെയ്യും, പല എന്താ പറയാ ഭയങ്കര റിയാക്ഷൻസ് ഉണ്ടാക്കും. അത് നമ്മൾക്ക് ഒട്ടും സഹിക്കാൻ പറ്റാത്ത രീതിയിലുള്ള റിയാക്ഷൻ ആണെങ്കിലോ, ചിലപ്പോൾ ഭയങ്കര പെയിൻഫുൾ ആയിട്ടുള്ള എന്തെങ്കിലും അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് ചൊറിച്ചിലോ മാതിലോ ചുമക്കലോ ഒക്കെ ശരീരം മൊത്തം ബോഡി മൊത്തം റെഡ് കളർ ആകുന്നതും ഒക്കെ ആണെങ്കിൽ പെട്ടെന്ന് ആളുകൾ പേടിച്ചു പോകും അല്ലെ, പാനിക് ആയി പോകും മനുഷ്യന്മാര് നമ്മളിപ്പോ ഏതെങ്കിലും മരുന്ന് കഴിക്കുമ്പോൾ. അപ്പൊ അങ്ങനെയുള്ളതൊക്കെ ഉണ്ടെങ്കിൽ അത് അവോയ്ഡ് ചെയ്ത് അതിന് ഇൻസ്റ്റന്റ് ആയിട്ട് കൊടുക്കാൻ പറ്റുന്ന വേറെ മരുന്ന് ഈ ലിസ്റ്റിൽ ഏതെങ്കിലും ഉണ്ടെങ്കിൽ അങ്ങനെ പ്രിസ്ക്രൈബ് ചെയ്യാലോ. അപ്പൊ ഈ ഡ്രഗ് ലിസ്റ്റ് ഡോക്ടേഴ്സിനെയും ഹെൽപ്പ് ചെയ്യുന്നുണ്ട് പല രീതിയിലും. ഓക്കെ, അപ്പൊ ഡ്രഗ് ലിസ്റ്റിനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങളാണ് പറഞ്ഞേക്കുന്നത്. എന്തൊക്കെയാണ് ഡ്രഗ് ലിസ്റ്റില്? അപ്പൊ ആദ്യം പറഞ്ഞത് എല്ലാ ഹോസ്പിറ്റൽസിലും ഓൾ മെഡിസിൻസ് വിച്ച് ആർ അവൈലബിൾ, അതായത് ഹോസ്പിറ്റൽസിൽ വേണ്ട എല്ലാ മരുന്നുകളും സ്റ്റോർ ചെയ്യാൻ പറ്റുന്നതല്ല. പിന്നെ ഡോക്ടേഴ്സ് തെറാപ്യൂട്ടിക് കമ്മിറ്റി they have to make a list. അവരാണ് അവരുടെ ഒരു ഹോസ്പിറ്റൽ ഫാർമസിയിൽ കീപ്പ് ചെയ്യേണ്ട മരുന്നുകളുടെ ഡ്രഗ് ലിസ്റ്റ് തയ്യാറാക്കുന്നത്. അതിന്റെ കൂടെ തന്നെ they have to store അല്ലെങ്കിൽ record all the informations about the മെഡിസിൻസിനെ സംബന്ധിക്കുന്ന എല്ലാ കാര്യങ്ങളും ഇൻഫർമേഷൻസും അതിന്റെ ഒപ്പം തന്നെ അവര് റെക്കോർഡ് ചെയ്ത് സൂക്ഷിക്കുന്നു. ഡോക്ടേഴ്സ് ക്യാൻ പ്രിസ്ക്രൈബ് ദ മെഡിസിൻസ് അക്കോർഡിംഗ് ടു ദ ഡ്രഗ് ലിസ്റ്റ്. ഡോക്ടേഴ്സിന് അവരുടെ കയ്യിലിരിക്കുന്ന ഇതേ ഡ്രഗ് ലിസ്റ്റ് ഉപയോഗിച്ച് മെഡിസിൻസ് പ്രിസ്ക്രൈബ് ചെയ്യാൻ പറ്റും. ആൻഡ് ഓൾസോ they can check it to ensure that there is no perilous or എന്താ പറയാ perilous means dangerous ആയിട്ടുള്ള ഇന്ററാക്ഷൻസ് കോസ് ചെയ്യുന്നില്ല കൊടുക്കുന്ന മരുന്നുകളിൽ എന്നുകൂടി ഉറപ്പുവരുത്താനും ഈ ഡ്രഗ് ലിസ്റ്റ് അവരെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ആൻഡ് ഓൾസോ the committee can select medications. അതായത് ഇവർക്ക് ഓരോ മെഡിക്കേഷൻസ് സെലക്ട് ചെയ്യുമ്പോൾ ആ മെഡിസിന്റെ ഇഫക്റ്റ് എത്രത്തോളം പെട്ടെന്ന് നമുക്ക് രോഗം ഭേദമാക്കാൻ അതിന് സാധിക്കും, അതിന്റെ കോസ്റ്റ്, മെഡിസിന്റെ വില എന്താണ്, പിന്നെ അത് എന്താ പറയാ എത്രത്തോളം ആ ഒരു മെഡിസിൻ നമ്മുടെ ഹോസ്പിറ്റലിൽ അതിന്റെ ആവശ്യകത വരുന്നുണ്ട്, ഇത്തരം കാര്യങ്ങളൊക്കെ നോക്കി അവർക്ക് മെഡിസിൻസ് സെലക്ട് ചെയ്യാനും ഹോസ്പിറ്റലിലെ ഡ്രഗ് ആൻഡ് തെറാപ്യൂട്ടിക് കമ്മിറ്റിക്ക് ആ ലിസ്റ്റ് നോക്കിയാലും മനസ്സിലാക്കാൻ സാധിക്കും. അപ്പൊ എടുക്കുന്ന മെഡിസിൻസ് അല്ലെങ്കിൽ നമ്മൾ ഡ്രഗ് ലിസ്റ്റിൽ ഉൾപ്പെടുത്താൻ ഉപയോഗിക്കുന്ന ആ മരുന്നുകള്, അതിന്റെ വില, അതിന്റെ ഇഫക്റ്റീവ്നെസ്, അത് എത്രത്തോളം നമ്മുടെ ഹോസ്പിറ്റലിന് നീഡഡാണ്, ആവശ്യമുണ്ട്. നമുക്ക് നമ്മുടെ ഹോസ്പിറ്റലിൽ ആവശ്യമില്ലാത്ത ഇപ്പൊ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ഡിപ്പാർട്ട്മെന്റ് ഇല്ല, ഏതെങ്കിലും ഒരു ഡിപ്പാർട്ട്മെന്റ് ഇല്ലാത്ത ഒരു ഹോസ്പിറ്റൽ, ഇപ്പൊ ഒഫ്താൽമോളജി കണ്ണുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉള്ള ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ്. ഇപ്പൊ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ഹോസ്പിറ്റലിൽ ഒഫ്താൽമോളജി എന്ന് പറയുന്ന ഒരു വിഭാഗമില്ല. അങ്ങനെയാണെങ്കിൽ അത്തരം ആളുകൾക്ക് കൊടുക്കേണ്ട കണ്ണുമായിട്ട് സൈറ്റുമായിട്ടൊക്കെ ബന്ധപ്പെട്ടിട്ടുള്ള രോഗവുമായിട്ട് ആരും ഈ ഹോസ്പിറ്റലിൽ വരാൻ പോകുന്നില്ല. അപ്പൊ പിന്നെ അതിൻ്റെതായ എന്തെങ്കിലും മരുന്നുകളൊന്നും സ്റ്റോർ വേണ്ടി വരുമോ? വേണ്ട. മനസ്സിലായോ? അപ്പൊ അത്തരം മരുന്നുകൾ ഏത് ഹോസ്പിറ്റലിലും അവരവരുടെ ഡിപ്പാർട്ട്മെന്റുകൾക്ക് അനുസൃതമായിട്ടാണ് മെഡിസിൻസ് സ്റ്റോർ ചെയ്യുന്നത്. അതിന്റെ വില, അതിന്റെ ഇഫക്റ്റീവ്നെസ് ഇതെല്ലാം തെറാപ്യൂട്ടിക് കമ്മിറ്റി എന്ത് ചെയ്യണം? അന്വേഷിച്ച് അറിഞ്ഞിട്ട് വേണം സെലക്ട് ചെയ്യാനായിട്ട്, അവരുടെ ലിസ്റ്റിൽ പെടുത്താനായിട്ട്. ക്ലിയർ ആയോ? മനസ്സിലായോ? അത് ഹോസ്പിറ്റൽ ഫോർമുലറി ഓക്കെ അല്ലേ? യെസ്.
Now intending of drugs ആണ്. Intending of drugs അതാണ് ഇനി നമുക്ക് അടുത്തത് പഠിക്കാനുള്ളത്. Intending of drugs എന്ന് വെച്ചാൽ intending എന്ന് പറഞ്ഞാൽ to make requisitions of drugs എന്ന് വെച്ചാൽ എന്താ, ഡ്രഗുകൾ നമ്മൾ വാങ്ങിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു റെക്വിസിഷൻ, എന്താ പറയാ, പർച്ചേസ് ചെയ്യാനുള്ള ഒരു ഫോം ഇല്ലേ, ഓർഡർ ഫോം. നമ്മൾ സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ വേണ്ടി നമ്മൾ ഒരു ലിസ്റ്റ് ഒക്കെ തയ്യാറാക്കില്ലേ, അതുപോലെ ഹോസ്പിറ്റൽസിലെ ഫാർമസിയില് എന്തൊക്കെ മരുന്നുകൾ പുതിയതായിട്ട് വാങ്ങിക്കണം, പർച്ചേസ് ചെയ്യാനുള്ള ഓർഡർ, അതിനെയാണ് റെക്വിസിഷൻ ഫോം എന്ന് വിളിക്കുക, അല്ലെങ്കിൽ ഇന്റൻഡിങ് ഫോം എന്ന് വിളിക്കുക. അപ്പൊ ഡ്രഗുകളൊക്കെ എത്രത്തോളം വേണം എന്നുള്ളത് എങ്ങനെയാണ് മനസ്സിലാക്കുന്നത്, അല്ലെങ്കിൽ അതിനുമായിട്ട് ബന്ധപ്പെട്ട മരുന്നുകളെയൊക്കെ കുറിച്ചിട്ട് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ടുള്ള ചില കാര്യങ്ങളാണ് നമ്മൾ പർച്ചേസ് ചെയ്യുമ്പോൾ എങ്ങനെയൊക്കെയാണ് ചില കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ, ദ ഹോസ്പിറ്റൽ, എവറി ഹോസ്പിറ്റൽ ഹാവ് എ ക്ലിയർ ഹോസ്പിറ്റൽ ഫോർമുല. എല്ലാ ഹോസ്പിറ്റൽസും ചെറുതായിക്കോട്ടെ വലുതായിക്കോട്ടെ അവർക്ക് അവരുടേതായ ഒരു ഡ്രഗ് ലിസ്റ്റ് ഉണ്ടായിരിക്കും. ആൻഡ് ഇറ്റ് മേ കണ്ടെയ്ൻ 250 to 300 ഡ്രഗ്സ്. ഏകദേശം 250 മുതൽ 300ഓളം തരത്തിലുള്ള മരുന്നുകൾ ഉണ്ടായിരിക്കും ആ ലിസ്റ്റില്. 250 മുതൽ 300 വരെ എന്ന് വെച്ചാൽ 250 ബേസിക് ആണ്, ഏറ്റവും കുറഞ്ഞത്. മാക്സിമം 300ഓളം വരെയെങ്കിലും മരുന്നുകൾ പല തരത്തിലും ഉണ്ടായിരുന്നു എന്നല്ല ഉദ്ദേശിക്കണേ, പല രീതിയിലുള്ള പല ടൈപ്പുകളിൽ. അപ്പൊ 250ഓളം മുതൽ 300 വരെയുള്ള മാക്സിമം അത്രയും ടൈപ്സ് ഓഫ് മെഡിസിൻസ് നമ്മുടെ ഓരോ ഹോസ്പിറ്റൽ ഫാർമസിയുടെയും ഡ്രഗ് ലിസ്റ്റിനകത്ത് ഉണ്ടായിരിക്കാം, കണ്ടെയ്ൻ ചെയ്യാം എന്നാണ്. ആൻഡ് ഈ പറയുന്ന ഡ്രഗ്സ് when it has to be intended or to be purchased, they have to keep in mind the safety stock level. എന്താണ്, ഓരോ പുതിയ മെഡിസിൻസ് പുതിയതായിട്ട് നമ്മൾ ഇനി വാങ്ങിക്കേണ്ടി വരുമ്പോ അവരുടെ മനസ്സില് അല്ലെങ്കിൽ അവരുടെ റെക്കോർഡ്സില് എപ്പോഴാണ് പുതിയതിന് വേണ്ടിയിട്ട് ഓർഡർ പ്ലേസ് ചെയ്യേണ്ടത് എന്നുള്ള ആ സേഫ്റ്റി സ്റ്റോക്ക് ലെവൽ അവർക്ക് അറിഞ്ഞിരുന്നത്. ഇപ്പൊ ഏതെങ്കിലും ഒരു പ്രത്യേക മരുന്ന് അത് ഒരു 500 എണ്ണം നമ്മൾ സ്റ്റോർ ചെയ്തിട്ടുണ്ടെന്ന് വിചാരിക്കാം. ഏകദേശം 500ഓളം ക്വാണ്ടിറ്റി അല്ലെങ്കിൽ ആ ഒരു എണ്ണം യൂണിറ്റുകൾ എന്ന് പറയുന്നത് ഒരു 3 ആഴ്ച കൊണ്ടൊക്കെ തീരുന്ന മരുന്നാണ്. അപ്പൊ നമ്മൾക്ക് അറിയാം ഏകദേശം ഒരു പകുതി ആകുമ്പോ 250 എണ്ണം ആകുമ്പോ അല്ലെങ്കിൽ ഒരു 200 എണ്ണം ആകുമ്പോ നമ്മൾ അടുത്ത ഓർഡർ പ്ലേസ് ചെയ്യണം. കാരണം ഇത് ഏകദേശം ഒരു ആവറേജ് 2-3 ആഴ്ച മാത്രമാണ് ആ 500ഓളം ക്വാണ്ടിറ്റി, 500ഓളം യൂണിറ്റ് നമുക്ക് എന്താ പറയാ പ്രിസ്ക്രൈബ് ചെയ്ത് കൊടുത്തു തീരും. അപ്പൊ അടുത്ത 3 ആഴ്ചക്കുള്ളിലേക്ക് നമുക്ക് വീണ്ടും ഒരു 250 അല്ലെങ്കിൽ 300 എണ്ണം ആവശ്യമുണ്ടെങ്കിൽ അത് 300 ഇല്ല. അപ്പൊ 250 അല്ലെങ്കിൽ 200, 300 ഒക്കെ നമ്മൾ ഉപയോഗിച്ച് കഴിയുമ്പോൾ ആ ഒരു സേഫ്റ്റി സ്റ്റോക്ക് ലെവൽ എപ്പോഴാണ് നമ്മൾ അടുത്ത ഓർഡർ പ്ലേസ് ചെയ്യാൻ സേഫ് ആയിട്ട് നിൽക്കാൻ, ഇന്നൊരു മരുന്ന് ഇല്ല എന്നൊരു കണ്ടീഷൻ വരാതെ. ഓക്കെ, ആ ഒരു പർട്ടിക്കുലർ സമയമായി എനിക്കറിയാം, ആ ഒരു പർട്ടിക്കുലർ ടൈം അല്ലെങ്കിൽ സ്റ്റോക്ക് ലെവൽ വരെ നമുക്ക് എന്ത് ചെയ്യണം, അത് മെയിൻറ്റെയിൻ ചെയ്യണം. അത് എപ്പോഴും അവരുടെ മനസ്സിലുണ്ടായിരിക്കണം, ഫാർമസിയുടെ മനസ്സിലുണ്ടായിരിക്കണം. അവർക്ക് അറിയണം ഇത്ര ആവുമ്പോൾ നമ്മള് പുതിയ ക്വാണ്ടിറ്റിക്ക് വേണ്ടിയിട്ട് പർച്ചേസ് ഓർഡർ വെക്കണം, അല്ലെങ്കിൽ എന്തൊരു ഇല്ലാണ്ടായി പോകും. ഇല്ല എന്നുള്ള ഒരു സാഹചര്യം വരാൻ പാടില്ല. ബിസിനസ്സുകാരൊക്കെ എപ്പോഴും അങ്ങനെയാണ്. നമ്മുടെ എന്തെങ്കിലും ഒരു ബിസിനസ് എടുത്തുന്ന ഒരാളുടെ അടുത്ത് ആ ഒരു പർട്ടിക്കുലർ സാധനം ഇങ്ങനെ ഈ മോഡലിലുള്ള സാധനം ഉണ്ടോ, അപ്പൊ ഇല്ല എങ്കിൽ കൂടി അവരത് പറയില്ല, അയ്യോ ഇല്ലല്ലോ അത് ഇങ്ങനെ വരാറില്ല, അങ്ങനെ പറയില്ല. അവരുടെ ബിസിനസ് സ്നാക്ക് എങ്ങനെയാണെന്ന് അറിയോ, അയ്യോ അത് കഴിഞ്ഞ ദിവസം വരെ ഉണ്ടായിട്ട് ഇനി പുതിയ ഓർഡർ പ്ലേസ് ചെയ്തിട്ടുണ്ട്, വന്നിട്ട് വേണം. അങ്ങനെ ഒരു സംഭവം ഉണ്ടാവില്ല. കാരണം ഏതെങ്കിലും ഒരു ഡിമാൻഡബിൾ ആയിട്ടുള്ള ചില വസ്തുക്കളാണെങ്കിലും എപ്പോഴും അതെന്ത് ചെയ്യും, അത് ഒരെണ്ണം പോലും ഒരു യൂണിറ്റ് പോലും ഇല്ലാതാകുന്ന അവസ്ഥയിലേക്ക് സിറ്റുവേഷൻസ് പോകില്ല. ബിഫോർ ദാറ്റ് പ്ലേസ് ഓർഡർ, അതിന് പുതിയത് വേണ്ടിയിട്ട് ഓർഡർ പ്ലേസ് ചെയ്യും. ചിലപ്പോ അവർ അത് അറിഞ്ഞിട്ട് പോലും ഉണ്ടാവില്ല അങ്ങനെ ഒരു പുതിയ കാര്യം വന്നത്. ചില സാധനങ്ങളൊക്കെ ചില എന്തെങ്കിലും ടെക്സ്റ്റൈൽ ഷോപ്പുകളിൽ ചെല്ലുമ്പോ ചിലപ്പോ പുതിയതായിട്ട് ഇറങ്ങിയിട്ടുണ്ടാവുള്ളൂ, അവരൊന്നും അറിഞ്ഞു വന്നിട്ട് പോലും ഉണ്ടാവില്ല. പക്ഷെ നമ്മൾ ചെന്നിട്ട് ഇന്ന ടൈപ്പാണ്, നമ്മൾ ആരെയോ അല്ലെങ്കിൽ എവിടെയെങ്കിലും പരസ്യത്തിലോ ഒക്കെ കണ്ടിട്ട് നമ്മൾ ചെന്ന് ചോദിക്കുമ്പോ അവര് പറയും അയ്യോ അത് ഉണ്ടായിരുന്നു, അത് ഇപ്പൊ തീർന്നു പോയതാണെന്ന്. പക്ഷെ ചിലപ്പോ നമ്മൾ പറയുമ്പോഴേക്കും ആ ഒരു പ്രത്യേക പ്രോഡക്റ്റിനെ കുറിച്ച് അവർ തന്നെ അറിയുന്നത്. അപ്പൊ അവരെന്ത് ചെയ്യും, വേഗം നല്ല കാലത്തേക്കൊക്കെ പോയിട്ട് കുറിച്ച് വെക്കും. സോ ദാറ്റ് അവരെന്ത് ചെയ്യും, അടുത്തൊരു പ്രാവശ്യം അടുത്ത ആളുകൾ ഇനിയും അത് ഡിമാൻഡ് ചെയ്ത് വരാൻ സാധ്യതയുണ്ട് എന്ന് മനസ്സിലാക്കി വേഗം തന്നെ അതുകൊണ്ട് പർച്ചേസ് ചെയ്ത് വെക്കും. അതുപോലെ തന്നെ മെഡിസിൻസ് ഒരിക്കലും തീർന്നു പോയി എന്നൊരവസ്ഥ വരാതെ അവര് എപ്പോഴും ഒരു സ്റ്റോക്ക് ലെവല്, സേഫ്റ്റി സ്റ്റോക്ക് ലെവല് ഒരു മൈൻഡിൽ ഉണ്ടായിരുന്നു. അത് മൈൻഡിൽ ഉണ്ടാവണമെന്നില്ല, അവരെവിടെയൊക്കെ റെക്കോർഡ് ചെയ്ത് വെക്കുമ്പോ ഇത്ര യൂണിറ്റ് ആവുമ്പോഴേക്കും അടുത്ത ഓർഡർ പ്ലേസ് ചെയ്യാം. അതാണ് ഉദ്ദേശിച്ചത് കേട്ടാ. ഇനി അടുത്തത് നമ്മൾ കണ്ടിന്യൂ ചെയ്യണോ, അടുത്ത ദിവസം എടുത്താൽ മതിയോ, അല്ലെങ്കിൽ ഞാൻ പറയൂ ഇല്ല ഒരു ക്ലാസ് കൂടി അടുത്ത ദിവസം എടുക്കാം അല്ലേ, അങ്ങനെയല്ലേ ഉദ്ദേശിച്ചേ? അതെ ഒരു ക്ലാസ് കൂടി ഉണ്ടെങ്കിൽ നമുക്കത് തീർക്കാൻ പറ്റും. അതുപോലെ
ഓക്കെ, നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കാം. അപ്പൊ അതുവരെ ഉള്ളതൊന്ന് വായിച്ചൊക്കെ വെക്കാം കേട്ടോ. അടുത്ത തേഴ്സ്ഡേ Okay, thank you, ma'am. നെക്സ്റ്റ് വീക്ക് കൊണ്ടൊക്കെയാണ് നമ്മള് നിങ്ങളുടെ പോർഷൻസ് തീർക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ പഠിച്ചോണ്ടിരിക്കാട്ടാ. എടുക്കുന്ന ഭാഗം നന്നായിട്ട് വായിച്ച് മനസ്സിലാക്കി. ഓക്കെ, അത് കുഴപ്പമില്ല. മാം ഈ മോഡൽ എക്സാമിന്റെ മാർക്ക് ഇന്റേണൽ മാർക്കായിട്ട് കൂട്ടുമോ? മോഡൽ എക്സാമിന്റെ മാർക്കല്ല ഇന്റേണൽ മാർക്കായിട്ട് കൂട്ടുക. നമുക്ക് കിട്ടുന്ന ഫൈനൽ എക്സാമിന്റെ മാർക്കിന്റെ ആ ഒരു പ്രൊപ്പോർഷനേറ്റ് ആണ്, അതിന്റെ റേഷ്യോയിലാണ് കേട്ടാ. ഫൈനൽ എക്സാംസ് ഇല്ലേ, 1, 2, 3, 4 പേപ്പേഴ്സ്, അതിന്റെ മാർക്കിന്റെ ബേസിസിൽ ആ മാർക്ക് എത്രയാണോ നിങ്ങൾ സ്കോർ ചെയ്യുന്നത് അതിന്റെ റേഷ്യോയിലായിരിക്കും ഇന്റേണൽ മാർക്ക് ആഡ് ഓൺ ചെയ്യുക. ഓക്കെ ഓക്കെ, അപ്പൊ അടുത്ത ദിവസം കാണാം. താങ്ക് യു മാം. Thank you, ma'am. Thank you, ma'am. ഓക്കെ, താങ്ക് യു. കുട്ടികളെ വീട്ടിലുണ്ടോ മാം? അല്ലെങ്കിൽ കുറെ നേരം കൂടി ഇറങ്ങിയപ്പോ ഇത്തിരി വൈകി. നമ്മുടെ രമ്യ ടീച്ചർക്കും തീർക്കാനുണ്ട് എന്ന് പറഞ്ഞപ്പോ ഇത്തിരി വൈകിപ്പോയി. അതുകൊണ്ടാണ്. അല്ലെങ്കിൽ കുറച്ചുകൂടി ഉച്ച ക്ലാസ് കൊണ്ട് തീർക്കാമായിരുന്നു. എന്തായാലും നന്നായി വായിച്ചു നോക്കുക കേട്ടോ. ഓക്കെ. Okay, thank you, ma'am.